അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവ്വരക്ഷിതാവിന്റെ സർവ്വലോകരക്ഷിതാവിന്റെ കാരുണ്യവും സമാധാനവും നിങ്ങൾക്ക് എല്ലാവർക്കും ഏർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇസ്ലാം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്ന ടൈറ്റിൽ കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഡിബേറ്റ്. ഈ ഡിബേറ്റിന്റെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 3 മാസം മുമ്പ് അൺമാസ്കിംഗ് എത്തിസം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, അവര് LGBT വിഷയത്തിൽ റിയാസ് സലീം എന്ന് പറയുന്ന ഒരു പബ്ലിക് ഫിഗറിനെ LGBT വിഷയത്തിൽ ഡിബേറ്റിന് ചാലഞ്ച് ചെയ്തു. ആ ഡിബേറ്റ് പിന്നെ പല കാരണങ്ങളാൽ അത് നടക്കാതെ വരികയും പിന്നീട് റിഡക്റ്റീവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അത് ഏറ്റെടുക്കുകയും അതിന്റെ കൂടെ ഒരു കൗണ്ടർ ആയിട്ടുള്ള ഒരു ചാലഞ്ച്, ഇസ്ലാം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ സമ്മതിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തു. അവർ അതിന്റെ കൂടെ തന്നെ പറയുകയും ചെയ്തു, അതായത് ഇസ്ലാമിസ്റ്റുകൾക്ക് അഥവാ മുസ്ലിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിലിൽ സംസാരിക്കാൻ ഭയമുണ്ട് എന്നും സാധാരണ രീതിയിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ള ഡിബേറ്റിന് പങ്കെടുക്കാൻ ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും പറഞ്ഞു. അപ്പോ ആ സാഹചര്യത്തിൽ എത്തിസ്റ്റിക് മുസ്ലിംസ് കേരള ഈ ഡിബേറ്റ് അക്സെപ്റ്റ് ചെയ്തു. അതായത് ഇതിന്റെ കൂടെ തന്നെ അവർ വെച്ച കൗണ്ടർ ചാലഞ്ചും LGBT വിഷയവും അതേപോലെ തന്നെ തീസം വിസസ് നാച്ചുറലിസം എന്ന ഡിബേറ്റും കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ പരസ്പരമുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഡിബേറ്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതും ഇന്ന് ഈ ദിവസം ഡിബേറ്റ് നടക്കുന്നത്. അപ്പോ സമാധാനങ്ങളോടും പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട് ഡിബേറ്റിന് പരസ്പരം അഡ്ഹോമിനും അതേപോലെ ഇതൊരു റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കൂടുതലായിട്ട് വാച്ച് ചെയ്യാൻ സാധ്യതയുള്ളതും, അപ്പോൾ ആൾക്കാരുടെ ഇമോഷനെ ഗുണപ്പെടുത്തുന്നതും, അത് മുസ്ലിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഫിഗേഴ്സ്, ഇപ്പോൾ അവരുടെ അള്ളാഹു ആണെങ്കിൽ അല്ലെങ്കിൽ പ്രവാചകനായിക്കോട്ടെ, അവരെയൊന്നും മോശം രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇതല്ലാതെ അതിൽ വിട്ടുകൊണ്ട് എന്തായാലും ഡിബേറ്റ് നല്ല രീതിയിൽ നടക്കട്ടെ. കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഇത് അവർ ചിന്തിക്കാനും മനസ്സിലാക്കാനും സത്യത്തിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇത് മാറട്ടെ. ഇൻഷാല്ലാ ഡിബേറ്റിലേക്ക് കടക്കാം. ആദ്യം ഉവൈസിന്റെ ടേണാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. റിഡക്റ്റീവ് മലയാളം യൂട്യൂബ് ചാനലും എപ്പിസ്റ്റമിക് മുസ്ലിംസ് ഓഫ് കേരളയും തമ്മിലുള്ള ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിബേറ്റ് ഉണ്ടായതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് സമാൽ പറഞ്ഞു, എന്നാലും എൻ്റെ വകയും കൂടെ ചെറുതായിട്ടൊന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ അത്തരം അവകാശങ്ങളെ ഒരു നിലക്കും അംഗീകരിച്ച് കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് വിഭാഗം അൺമാസ്കിംഗ് എത്തീസം എന്ന പേരിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ പിന്നാലെ നടന്നിട്ട്, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ പിന്നാലെ നടന്ന് ഡിബേറ്റ് ചാലഞ്ച് ചെയ്യുകയും, നിങ്ങളുടെ ആശയത്തിന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ആശയത്തിന് ആശയഭദ്രതയുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ LGBTQ രാഷ്ട്രീയം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്ന വിഷയത്തിൽ ഡിബേറ്റ് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ട സമയത്ത് ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം വെച്ചു. ആ ചോദ്യം വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരുമായിട്ടുള്ള ആ ഡിബേറ്റിൽ അവർ മുന്നോട്ട് വെച്ച ഡിബേറ്റ് ചാലഞ്ച് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കൂടെ ഒരു ചാലഞ്ചും കൂടെ ഞങ്ങൾ വെക്കുന്നു, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആശയം എന്താണോ ആ ആശയം, അതിൻ്റെ രാഷ്ട്രീയം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്ന വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം ആളുകളുടെ ഇടയിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന ഉത്തമ ബോധ്യം ഉള്ള ആളുകൾ ഡിബേറ്റിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി അവസാനം ഗത്യന്തരമില്ലാതെ അവർ വേറൊരു ടീമിനെ ഏൽപ്പിക്കുകയുമായിരുന്നു ഞങ്ങളോട് ഡിബേറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് EMK എന്ന ഈ ഒരു ടീം ഈ ഒരു സീനിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നേരെ ഡിബേറ്റിലേക്ക് കടക്കാം. എല്ലാ മനുഷ്യരും സാമൂഹികമായി തുല്യരാണെന്ന്, തുല്യ പദവിയുള്ള ആളുകളാണ്, തുല്യ റെസ്പെക്റ്റ് ഉള്ള ആളുകളാണ് എന്ന് അംഗീകരിക്കുന്ന, എന്നാൽ ഇസ്ലാമിനെ പോലുള്ള അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രത്തിനും അടിമപ്പെടാത്ത ഏതൊരു സാധാരണ മനുഷ്യനും അംഗീകരിക്കാൻ പറ്റുന്ന, ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ നയരേഖയായിട്ടുള്ള നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്ന ചില രാഷ്ട്രീയ മൂല്യങ്ങളെ അംഗീകരിക്കാൻ ഇസ്ലാമിന് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഇസ്ലാമിനെ പോലെ ആത്മീയതയിൽ പൊതിഞ്ഞ ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഭീഷണിയാണ്, അപകടമാണ് എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഖുർആൻ, ഹദീസ് തുടങ്ങിയ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട്
ഇസ്ലാമിക പണ്ഡിതന്മാർ, പ്രബലരായ ഇസ്ലാമിക പണ്ഡിതന്മാർ അംഗീകരിച്ചതും കേരളത്തിലെ മതപഠനത്തിൻ്റെ ഭാഗമായിട്ട് സിലബസുകളിൽ പഠിപ്പിക്കപ്പെടുന്നതോ കേരളത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ടതോ കേരളത്തിൽ ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും 3 ആശയങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. 1 ജിഹാദ് അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം, 2 ഇസ്ലാമിക രാജ്യത്തിൻ്റെ നിയമത്തിലുള്ള മതപരമായ വിവേചനങ്ങൾ, 3ാമത്തെ കാര്യം ഇസ്ലാം പുറത്തുള്ള ആളുകൾക്ക് മാത്രമല്ല ഇസ്ലാമിക സമൂഹത്തിലുള്ള അവാന്തര വിഭാഗങ്ങൾക്കും ഭീഷണിയാണ് എന്നുള്ള കാര്യം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഇസ്ലാമിൻ്റെ അധീശത്വം സ്ഥാപിക്കാനും ഇസ്ലാമിൻ്റെ മേൽക്കോയ്മ ഊട്ടിയുറപ്പിക്കാനും ഇസ്ലാമേതര വിശ്വാസങ്ങളെ അതിൻ്റെ കീഴൊതുക്കാനോ ഉന്മൂലനം ചെയ്യാനോ വേണ്ടി ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക നിയമത്തിലുള്ള ഒരു പ്രധാന വ്യവസ്ഥയാണ് ജിഹാദ് അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു ക്ലാസ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. 3 കാര്യങ്ങളാണ് കാഫിര്യങ്ങളോട് നമുക്ക് വാജിബായിട്ടുള്ളത്. കാഫിര്യങ്ങളുടെ കാര്യത്തിൽ 3 കാര്യങ്ങളാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. അൽ-അംറുൽ അവ്വൽ അദാവതുഹും ലിഅന്നഹും അഅദാഉല്ലാഹി സുബ്ഹാനഹു വതആല വഅദാഉ ലിറസൂലിഹി. ഒന്നാമത്തേത് അവരോടുള്ള ശത്രുതയാണ്. കാരണം അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ശത്രുക്കളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അവരോട് ശത്രുത കാണിക്കുക എന്നുള്ളത് അവരുടെ മേലെ വാജിബാണ്. അൽ-അംറു സാനി ദഅവതുഹും ഇലൽ ഈമാൻ വഇത്തിബാഇർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വാജിബായ കാര്യം അവരെ ഈമാനിലേക്കും തൗഹീദിലേക്ക് ഇസ്ലാമിലേക്ക് അതേപോലെ തന്നെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നതിലേക്കും ദഅവത്ത് ചെയ്യാം. അൽ-അംറു സാലിസ് ജിഹാദുഹും ഇദാ ദുഉ ഇലൽ ഇസ്ലാമി വഅബൗ. അവരോട് ജിഹാദ് ചെയ്യൽ, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും എന്നിട്ട് അത് നിരസിക്കുകയും ചെയ്താൽ അവരോട് ജിഹാദ് ചെയ്യുക എന്നുള്ളതും മുഅ്മിനീങ്ങളുടെ മേലെ വാജിബാണ്. ഫൽവാജിബു ജിഹാദുഹും വഖിതാലുഹും ഖാല അല്ലാഹു തആല വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്നത്തുൻ വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഘട്ടമാണെന്ത്? അൽ ഖിതാൽ, അവരോടുള്ള യുദ്ധം. എപ്പോൾ മാത്രമാണത്? ഇദാ കാനൽ മുസ്ലിമൂൻ യുതീഖൂന അൽ ഖിതാൽ. ഖിതാലിന് യുദ്ധത്തിന് മുസ്ലിങ്ങൾക്ക് ത്വാഖത്തുണ്ടെങ്കിൽ മാത്രം, അതും വലിയുൽ അംറിൻ്റെ കൽപ്പനയോടുകൂടി. അവരെവിടെ വെച്ച് കണ്ടോ മുശ്രിക്കീങ്ങളെ, നിങ്ങൾ അവരെ കൊന്നുകളയുക. വഖുദൂഹും വഹ്സുറൂഹും, അവരെ പിടികൂടുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുകയും ചെയ്യുക. വഹാദിൽ ആയത്തു ഫീഹാ ബയാനുൽ ഹിക്മത്തി മിനൽ ജിഹാദി ഫിൽ ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിലെ ജിഹാദിൻ്റെ ഹിക്മത്ത് എന്താണ്? എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഇസ്ലാമിൽ ജിഹാദ് ശറഅാക്കിയിട്ടുള്ളത്? ഇസാലത്തു ഷിർക്ക്, ഷിർക്കിനെ ഇല്ലാതാക്കാനാണ്. ഹത്താ ലാ തകൂന ഫിത്നത്തുൻ വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. ഫിത്ന ഇല്ലാതാകുന്നത് വരേക്കും, അതായത് ഷിർക്ക് ഇല്ലാതാകുന്നത് വരെ. അപ്പോൾ ഷിർക്കിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ജിഹാദിൻ്റെ പിന്നിലുള്ള ഹിക്മ. ദീന് മുഴുവനായിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത് വരെ. ഹാദാ ഹുവൽ മഖ്സൂദ് മിനൽ ജിഹാദ്, അതാണ് ജിഹാദിൻ്റെ ഉദ്ദേശം. ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ദിഫാഇൻ്റെ ജിഹാദ് മാത്രമല്ല. ദിഫാ എന്ന് പറഞ്ഞാൽ പ്രതിരോധം. ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം തിരിച്ച് ആക്രമിക്കുക എന്നുള്ളതല്ല ഇസ്ലാമിൽ ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഖിതാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ്? ദഅവത്ത് വ്യാപിപ്പിക്കലും ദീന് വ്യാപിപ്പിക്കലും ഷിർക്കിനെ ഇല്ലാതാക്കലുമാണ്. ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഇസ്ലാമിലെ യുദ്ധം 2 ഇനങ്ങളായിട്ടാണ്. ഒന്നാമത്തേത് ഖിതാലു ദിഫാ, ദിഫാഇൻ്റെ യുദ്ധം, പ്രതിരോധത്തിൻ്റെ യുദ്ധം. ഇന്ദ അജ്സിൽ മുസ്ലിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ താക്കത്തില്ലാത്ത, അതിന് കഴിവില്ലാത്ത ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന അവസ്ഥയിൽ, ആ അവസ്ഥയാണ് മുസ്ലിങ്ങൾക്കെങ്കിൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധമാകാം. രണ്ടാമത്തേതാണ് നൗസാനി ഖിതാലു തൊലബ്, തൊലബ് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യലാണ്. അതെപ്പോൾ മാത്രമാണ്? ഇന്ദ ഖുവ്വത്തിൽ മുസ്ലിമീൻ വഖുദ്റതിഹിം അലൈഹി. അതിന് യുദ്ധം ചെയ്യാൻ, അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ഖുവ്വത്തും ഖുദ്റത്തും ഉണ്ടെങ്കിലാണ് ഖിതാലു തൊലബ്. ഇല്ല എങ്കിൽ അത് ഖിതാലു ദിഫാ മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ കേട്ടു, ഇസ്ലാമിലുള്ള യുദ്ധം 2 തരമാണ്. ഒന്ന് പ്രതിരോധത്തിൻ്റെ യുദ്ധമാണ്, മറ്റൊന്ന് ആക്രമണ യുദ്ധമാണ്. അതിൽ പ്രതിരോധത്തിൻ്റെ യുദ്ധം നിയമമാക്കപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് മറ്റുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് മറ്റ് രാഷ്ട്രങ്ങളുടെ മേലെ
ആക്രമണം നടത്താനുള്ള ശേഷിയില്ലാത്ത സമയത്ത് പ്രതിരോധം മാത്രമേ പാടുള്ളൂ. എന്നാൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള സമയങ്ങളിൽ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ, ഇസ്ലാമേതര രാഷ്ട്രങ്ങൾക്ക് നേരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ജിഹാദ് നയിക്കണം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യവും പറഞ്ഞു, അത് ഷിർക്കിനെ ഇല്ലായ്മ ചെയ്യുക എന്ന് വെച്ചാൽ ബഹുദൈവ വിശ്വാസത്തെ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ മറ്റുള്ള ഇതുകൾക്കും മീതെ പ്രതിഷ്ഠിക്കുക എന്നതാണ്. ഇനി ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഉംദ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമാണ്. ഇത് പിന്നെ നമ്മുടെ മതസ്ഥാപനങ്ങളിലൊക്കെ വളരെ വ്യാപകമായിട്ട് മതകർമ്മ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെട്ട ഒരു പുസ്തകമാണ്. ഇബ്നു നഖീബ് എന്ന ഒരു മിസ്രി പണ്ഡിതനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ആമുഖത്തിൽ ഇദ്ദേഹം പറയുന്നു, നബവിയുടെയോ റാഫിയുടെയോ അഭിപ്രായങ്ങളല്ലാതെ ഒന്നും ഞാൻ ഇതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതിൽ തന്നെ നബവിയുടെ അഭിപ്രായങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ജൂതരോടും ക്രിസ്തീയരോടും അഗ്നി ആരാധകരോടും അവർ മുസ്ലിങ്ങളാവുകയോ സംരക്ഷണ നികുതി കൊടുക്കുകയോ ചെയ്യുകയും ആ മുസ്ലിങ്ങളിൽ നിന്ന് മറ്റു വിഭാഗക്കാരോട് അവർ മുസ്ലിങ്ങളാകുകയും ചെയ്യുന്നതുവരെ യുദ്ധം ചെയ്യണം. എന്ന് വെച്ചാൽ വേദം നൽകപ്പെട്ട ആളുകൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ അവർ ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരെ ജിസിയ എന്ന് പറഞ്ഞ വിശ്വാസ നികുതി കൊടുക്കുക, അതുവരെ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുക. മറ്റ് മതവിഭാഗങ്ങൾ ഒന്നുകിൽ അവർ ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക, അതുവരെ യുദ്ധം ചെയ്യുക എന്നാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ജിഹാദിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഒരു വിഷയം നേരത്തെ പറഞ്ഞത്, നിയമത്തിന് മുന്നിലുള്ള തുല്യത എന്ന സങ്കല്പത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിയമത്തിന് മുന്നിൽ തുല്യത ഉണ്ടായിരിക്കുക എന്നുള്ളത്. മതം, ജാതി, വംശം, ദേശം, ഭാഷ, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളുടെ മുകളിൽ യാതൊരു വിവേചനവും നിയമത്തിൽ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ്. ഈ മൂല്യത്തെയും ഇസ്ലാം നിരാകരിക്കുന്നുണ്ട്. അപ്പം അതിന് തെളിവായിട്ട് നമ്മൾ ദർസുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്, ചെറിയ ഒരു ഭാഗം ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഈ കൊല്ലപ്പെട്ടവനും കൊലയാളിയും കുഫുവത്തവരായിരിക്കണം. ഐ മുസാവാത്തുൻ, രണ്ടാളും സമന്മാരായിരിക്കണം. ഹാലജിനായത്തിൻ, ഇവൻ ഈ കയ്യേറ്റം ചെയ്യുന്ന സമയത്ത് കൊല്ലപ്പെട്ടവനും കൊന്നവനും, അല്ലെങ്കിൽ ഈ അക്രമം ചെയ്തവനും ചെയ്യപ്പെട്ടവനും തുല്യ അവസ്ഥയുള്ളായിരിക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ കൊല്ലപ്പെട്ടവനേക്കാൾ കാത്തില് മഹത്വമുണ്ടാവരുത്. എപ്പം ഹാലൽ ജിനായത്തി, ഈ കയ്യേറ്റം ചെയ്ത സമയത്ത് ഈ കൊലയാളി കൊല്ലപ്പെട്ടവനെക്കാട്ടിലും ശ്രേഷ്ഠത ഉണ്ടാവരുത്. എന്തുകൊണ്ട്? ഇസ്ലാമിൻ, ഇസ്ലാം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ജിമ്മിയായ ഒരു കാഫറിനെ ഒരു മുസ്ലിമാണ് കൊല്ലുന്നത്. രണ്ടും എന്ത് തന്നെയാണ്? ഇസ്മത്തുള്ളവരാണ്. പക്ഷേ രണ്ടും ഇസ്മത്തുണ്ടെങ്കിലും ജിമ്മിയായ കാഫറും മോമിനായ മനുഷ്യനും തമ്മിൽ കുഫൂക്കൂല. അപ്പൊ ഈ താഴെയുള്ള ജിമ്മിയെ കൊന്നതിന് പകരം അതിനേക്കാൾ ഫളീലത്തുള്ള മോമിൻ അഥവാ മുസ്ലിം ആയ ആളെ കൊല്ലപ്പെടൂല. എന്തുകൊണ്ട്? അവിടെ മുസാവാത്ത് അഥവാ മുക്കാഫത്ത് കുഫൂക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ കേട്ടത് മുസ്ലിങ്ങൾ മറ്റുള്ള ആളുകളെക്കാളും ശ്രേഷ്ഠതയുള്ള ആളുകളാണ്, മറ്റു മതവിഭാഗക്കാർക്ക് മുസ്ലിങ്ങൾ അത്ര ശ്രേഷ്ഠതയില്ല. അതുകൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വെക്കുകയാണ്, മുസ്ലിം ആയിട്ടുള്ള ഒരാൾ നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള ലീഗൽ റിക്കോഴ്സ്, ഇപ്പം ഇസ്ലാമിലൊരു ക്രിമിനൽ കുറ്റം നടന്നു കഴിഞ്ഞാലുള്ള ലീഗൽ റിക്കോഴ്സ്, ഇപ്പോൾ ഒരു അക്രമത്തിന് വിധേയമായ ഒരാൾ അങ്ങനെയാണെങ്കിൽ അയാൾക്കുള്ളൊരു ലീഗൽ റിക്കോഴ്സ് എന്ന് പറയുന്ന പേരാണ് ഖിസാസ് അല്ലെങ്കിൽ പ്രതിക്രിയ എന്നുള്ളത്. ഒരു അക്രമം നേരിട്ട വ്യക്തി, ആ നേരിട്ട വ്യക്തിക്ക് നിയമവിധേയമായി തന്നെ അക്രമം നടത്തിയ വ്യക്തിക്ക് തുല്യമായി പരിക്കേൽപ്പിക്കാം എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. അതിനിപ്പം കൊലപാതകമാണെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു മതവിവേചനം, ഇവിടെ കൊലയാളി മുസ്ലിമും കൊല്ലപ്പെട്ടയാൾ ഇസ്ലാമേതര സമൂഹത്തിലുള്ള ആളുമാണെങ്കിൽ കൊല്ലാൻ പാടില്ല, കാരണം മുസ്ലിമിന് മറ്റുള്ള ആളുകളെക്കാൾ മേലിൽ ശ്രേഷ്ഠത ഉണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പഠിപ്പിക്കുന്നത് ഇവർ ഏറെയുന്നിടത്ത് സ്വന്തം അഭിപ്രായമല്ല, ഹദീസുകളാൽ സ്ഥിരപ്പെട്ട സ്വഹീഹായ ഒത്തിരി ഹദീസുകളിൽ വന്ന ആശയം തന്നെയാണ് ഈ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ഒറ്റ ഹദീസ് ഞാനൊന്ന് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി പറയാം. സ്വഹീഹുൽ ബുഖാരി 69:15. ഐ ആസ്ക്ഡ് അലി, ഡു യു ഹാവ് എനിത്തിങ് ഡിവൈൻ ലിറ്ററേച്ചർ ബിസൈഡ്സ് വാട്ട് ഈസ് ഇൻ ദ ഖുർആൻ എന്ന് ചോദിച്ചിട്ട് അവസാനം പറയുന്നു, ദ ലീഗൽ റെഗുലേഷൻസ് ഓഫ് ദിയ, ദാറ്റ് ഇസ് ബ്ലഡ് മണി,
and ransom for releasing of captives, and the judgment that no Muslim should be killed in qisas, that is equality in punishment for killing a kafir. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും മുസ്ലിമായ ഒരാൾ പ്രതിക്രിയയായിട്ട് അമുസ്ലിമിനെ കൊന്നതിൻ്റെ പേരിൽ പ്രതിക്രിയയായിട്ട് കൊല്ലപ്പെടാൻ പാടില്ല. ഇതേ ആശയം ഒത്തിരി ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ സമാനമായ ആശയങ്ങൾ മുസ്ലിങ്ങൾ മറ്റുള്ളവർക്കെതിരെ ഒറ്റക്കെട്ടാണ്, അവരുടെ രക്തത്തിന് തുല്യ വിലയുണ്ട്. പിന്നെ അതുപോലെ മുസ്ലിമിൻ്റെ കരങ്ങൾ അമുസ്ലിമിൻ്റെ കരങ്ങളെക്കാൾ ഉയർന്ന നിലയിലാണ് ഉള്ളത് എന്നുള്ള തുടങ്ങിയ ഇതേ ആശയങ്ങൾ പലവരും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ഒരു മത നികുതിയാണ് ജിസിയ എന്ന് പറഞ്ഞത്. പൗരന്മാരെ രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് മറ്റൊരു ഉദാഹരണം. അത് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിം പൗരന്മാർ ആ രാജ്യത്തിന് കൊടുക്കേണ്ട മത നികുതി, വിശ്വാസത്തിൻ്റെ മേലിൽ കൊടുക്കേണ്ട നികുതി. അത് അടിസ്ഥാനമായിട്ടുള്ളത് ഒരു ഖുർആൻ വചനത്തിൻ്റെ മുകളിലാണ്. 9-ാം അധ്യായം 29. ഖാതിലുൽ ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിരി വലാ തുഹർരിമൂന മാ ഹറമല്ലാഹു വറസൂലുഹു വലാ യദീനൂന ദീനൽ ഹഖ്ഖ മിനൽ ലദീന ഊതുൽ കിതാബ ഹത്താ യുഅ്തുൽ ജിസിയത അൻ യദിൻ വഹും സഗറൂൻ. എന്ന് വെച്ചാൽ വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്ന് ഇസ്ലാമിനെ അല്ലെങ്കിൽ സത്യദീനിനെ ദീനായി അംഗീകരിക്കാതിരിക്കുകയും അള്ളാഹുവും റസൂലും ഹറാമാക്കിയതിനെ ഹറാമാക്കാതിരിക്കുകയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ കയ്യോടുകൂടി നിന്ദരായ, ചെറുതാക്കപ്പെട്ട, കൊച്ചാക്കപ്പെട്ടവരായ രൂപത്തിൽ നിങ്ങൾക്ക് ജിസിയ അല്ലെങ്കിൽ മത നികുതി തരുന്നതുവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ കുറച്ച് കാര്യങ്ങൾ ഹദീസുകൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിംകളെ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ സലാം പറയുന്നത് ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. അവരെ നിങ്ങൾ വല്ല വഴികളിലും കണ്ടാൽ അവരെ ഇടുങ്ങിയ ഭാഗത്തേക്ക് നീക്കണം, അവരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട്. അത് വിശദീകരിച്ചുകൊണ്ട് ഖലീഫ ഉമറിൻ്റെ കുറച്ച് നടപടികളാണ് പറയുന്നത്. അത് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങിയ അവർക്ക് അവരുടെ പുതിയ ആരാധനാലയങ്ങൾ പണിയാൻ പാടില്ല, മുസ്ലിങ്ങളുടെ എടുപ്പിനേക്കാളും വലിയ എടുപ്പുകൾ ഉണ്ടാവാൻ പാടില്ല, അവരെ റോഡ് സൈഡിലെവിടെയെങ്കിലും കണ്ടാൽ വളരെ ഇടുങ്ങിയ സ്ഥലത്തേക്ക് അവരെ തള്ളി നീക്കണം, അവരെ തിരിച്ചറിയാൻ വേണ്ടി ഡ്രസ്സുകളിൽ പ്രത്യേക അടയാളങ്ങൾ ഉണ്ടായിരിക്കണം, അവർ കുതിര ഓടിക്കാൻ പാടില്ല, പിന്നെ ഉറക്കെ അവരുടെ മതാചാരങ്ങൾ ഉറക്കെ പറയാൻ പാടില്ല. ഇത്തരം കുറേ നിയമങ്ങൾ, ഇതും ഇസ്ലാമിക നിയമങ്ങളുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള പൗരന്മാരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദാഹരണങ്ങൾ പിന്നെ ഇസ്ലാമിക നിയമ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി അടുത്തൊരു പോയിന്റ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾക്ക് മാത്രമല്ല ഇസ്ലാമിനകത്തുള്ള കമ്മ്യൂണിറ്റീസിനും തന്നെ ഇസ്ലാമിൻ്റെ പല വെർഷൻസും ഭീഷണിയാണ് എന്നുള്ളതാണ്. അതിൽ വഹാബി വിഭാഗങ്ങൾ വരുന്ന, സലഫി വിഭാഗങ്ങൾ വരുന്ന ഇവിടുത്തെ തന്നെ മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ എഴുതി വിട്ട ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അൽമനാർ അവരുടെ ഔദ്യോഗിക ജിഹ്വയാണ്. അവരുടെ ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാളായ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അവർ ആദരപൂർവ്വം വിശേഷിപ്പിക്കുന്ന ഇബ്നു തീമിയ എന്ന് പറഞ്ഞ ആള് മജ്മൂ റസായിൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ്, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവർ വിഡ്ഢിയും വഴിവെച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കും ആയിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഇവിടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകൾ അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് മാത്രമല്ല അവരെ കൊല്ലൽ ഇസ്ലാമിക ഭരണകൂടത്തിന് നിർബന്ധമാണ് എന്നാണ് ഈ മുജാഹിദ് വിഭാഗം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ 3 പോയിന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന അംഗീകരിച്ച പല രാഷ്ട്രീയ മൂല്യങ്ങളിൽ പെട്ട മതേതരത്വം, ജനാധിപത്യം, പിന്നെ നിയമത്തിന് മുന്നിലുള്ള തുല്യത എന്നീ കൺസെപ്റ്റുകളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അതിനെ നിരാകരിക്കുന്നു. അവിടെ മതപരമായ വിവേചനങ്ങൾ, രാജ്യത്തിന്റെ ക്രിമിനൽ നിയമത്തിൽ പോലും മതപരമായ വിവേചനങ്ങൾ നിലനിർത്തുന്നു. ഒരു രാജ്യത്തിനകത്ത് തന്നെ 2 തരം പൗരന്മാരുണ്ടാക്കുന്നു. ആ പൗരന്മാർക്ക് രാജ്യം നിയമപരമായി തന്നെ അവരെ നിന്ദ്യരാക്കാൻ വേണ്ടി ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഇസ്ലാം ഒരു അപകടകരമായ പ്രത്യയശാസ്ത്രമാണ്, സമൂഹത്തിന് അപകടമാണ്, ജനാധിപത്യ മതേതര സങ്കല്പങ്ങൾക്ക് ഇസ്ലാം അപകടമാണ് എന്നാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞു വെച്ചത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞത് അവർ അധികാരമുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ആളുകളെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നടപടികളാണ്. ഇനിയിപ്പോൾ അധികാരം ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ജുമകളിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, അല്ലാഹുമ്മ അതില്ല ശിർക വൽ മുശ്രിക്കീൻ, അല്ലാഹുവേ നീ ഷിർക്ക് ബഹുദൈവ വിശ്വാസത്തെയും ബഹുദൈവ വിശ്വാസികളെയും നിന്ദ്യരാക്കണേ തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ
പ്രാർത്ഥിക്കും. ഇതൊക്കെ ആ ഒരു നിന്യതാ മനോഭാവം മറ്റുള്ള ആളുകൾക്കെതിരെ ഇസ്ലാമിന്റെ ശ്രേഷ്ഠപ്പെട്ട ആളുകളാണ് എന്നൊരു തോന്നലുണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ വലിയൊരു അപകടം എന്താന്ന് വെച്ചാൽ, ഇപ്പം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കും. എന്നിട്ട് അത് പബ്ലിക്കിന് മുന്നിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇസ്ലാമിനെ അവതരിപ്പിക്കും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇസ്ലാമിന് പല വെർഷൻസ് ഉണ്ട്. ആ വെർഷൻസിൽ ഇവിടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മതപഠനത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പബ്ലിഷിംഗ് മെറ്റീരിയൽസ് ആയിട്ട് ഇവിടെ കേരളത്തിൽ പറയപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആ ഇസ്ലാം ഞങ്ങളുടെ ഇസ്ലാം അല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇസ്ലാമിനെ മനോഹരമായ ഒരു പെയിന്റ് അടിച്ച് കുളിപ്പിച്ച ഒരു ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതും ഇസ്ലാമിസ്റ്റുകളുടെ ഒരു രീതിയാണ്. ഇതും വളരെ അപകടകരമായ ഒരു ഇരട്ടത്താപ്പാണ്. സ്വന്തം ആശയം പറയുന്നതിൽ പോലും സത്യസന്ധത പാലിക്കാതിരിക്കുക, പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഒന്ന് പഠിപ്പിക്കുക, എന്നിട്ട് അവിടെ ഡിഫൻസിൽ വരുന്ന സമയത്ത് വേറെ ഒരു വാദഗതിയുമായിട്ട് വരിക എന്നുള്ളതും സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എസ്കേപ്പ് മെക്കാനിസം ആണ്. അപ്പം എല്ലാ നിലയിലും രാഷ്ട്രീയമായ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള, ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹ നിർമ്മിതിക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്നുള്ളതാണ്. അത് അധികാരമുള്ള സമയത്ത് മാത്രമല്ല, അധികാരമില്ലാത്ത സമയത്ത്, അത് അധികാരമുള്ള സമയത്ത് യുദ്ധം ചെയ്യാനുള്ള കരുത്താർജിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അതിനുള്ള കരുത്താർജിച്ചു കഴിഞ്ഞാൽ അത്തരം യുദ്ധങ്ങൾ നടത്തണം എന്നാണ് ഈ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോ ഇനി അടുത്ത ഷാനുവിന്റെ ഓപ്പണിംഗ് സെഷൻ 20 മിനിറ്റ് ആണ്. ഇസ്ലാം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്നതാണ് നമ്മുടെ ഡിബേറ്റ് ടോപ്പിക്. ഇസ്ലാം സമൂഹത്തിന് ഗുണകരമാണ് എന്നതാണ് എൻ്റെ വാദം. സപ്പോസ് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, അവിടെ 5 രോഗികൾ ഉണ്ടെന്ന് കരുതുക. അവർക്ക് സർവേ വേണമെങ്കിൽ നിങ്ങളെ കൊന്ന് നിങ്ങളുടെ 5 അവയവങ്ങൾ അവർക്ക് എടുക്കണം. നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങളെ കൊല്ലുക, എന്നിട്ട് 5 പേരെ രക്ഷിക്കുക. അതല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക, എന്നിട്ട് 5 പേരെ മരണത്തിന് വിട്ടയക്കുക. യൂട്ടിലിറ്റേറിയനിസം പ്രകാരം നെറ്റ് ഹാപ്പിനെസ് കൂടുതലുള്ള ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ അല്പമെങ്കിലും ധാർമ്മിക ബോധമുള്ള എല്ലാവരും ഓപ്ഷൻ ബി ആണ് തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഒന്ന്, ഇസ്ലാം ഈസ് ഗുഡ് ഫോർ ബിൽഡിംഗ് മോറലി അപ്രൈറ്റ് സൊസൈറ്റി. അതായത് ഇസ്ലാം സമൂഹത്തിന് ഗുണകരമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മോറലി അപ്രൈറ്റ് ആയ സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ ഗുണകരമാണ് എന്നാണ്, അല്ലാതെ ഹാപ്പിനെസ് കൂട്ടാൻ ഗുണകരമാണ് എന്നല്ല. ഇതിനർത്ഥം ഇസ്ലാം ഹാപ്പിനെസ് കൂട്ടുന്നില്ല എന്നോ ഹാപ്പിനെസ്സിന് മോറൽ വെർട്ട്നെസ് ഇല്ല എന്നോ അല്ല. യൂട്ടിലിറ്റേറിയനിസം ഈസ് പ്രോബബ്ലി ഫാൾസ്. യൂട്ടിലിറ്റേറിയനിസം ശരിയായിരുന്നെങ്കിൽ ഓപ്ഷൻ എ ആയിരുന്നു തിരഞ്ഞെടുക്കുക. നമ്മൾ ഓപ്ഷൻ എ തിരഞ്ഞെടുത്തിട്ടില്ല, അതിനർത്ഥം യൂട്ടിലിറ്റേറിയനിസം തെറ്റാണ്. ധാർമ്മികതയ്ക്ക് മതത്തിന്റെ ആവശ്യമുണ്ടോ? മോറൽ ഫാക്ട്സ് എക്സിസ്റ്റ് ചെയ്യാൻ ഗോഡ് ആവശ്യമുണ്ടോ എന്നുള്ള മോറൽ ഓണ്ടോളജിക്കൽ ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. മോറൽ ഫാക്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ അറിയാൻ ഗോഡിന്റെ ആവശ്യമുണ്ടോ, മതത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മതത്തിന്റെ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതിന് കാരണം മോറൽ ഫാക്ട്സ് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? മോറൽ ഫാക്ട്സ് നമ്മൾ അറിയുന്നത് മോറൽ റീസണിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു മോറൽ ആക്സിയം സെറ്റ് ചെയ്ത് വെക്കണമെന്നാണ് ജമാലുദ്ദീൻ ഉസ്താദുമായിട്ടുള്ള ഡിബേറ്റിൽ വിഗ്നി പറഞ്ഞത്. ആക്സിയം നമുക്ക് തോന്നിയെടുക്കാൻ കഴിയില്ല. ആക്സിയം എടുക്കുന്നത് നമ്മുടെ ഇൻഡ്യൂഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നത് എവല്യൂഷനിലൂടെയാണ്. ഡസ് എവല്യൂഷൻ കെയർ അബൌട്ട് വാട്ട് മോറൽ ഫാക്ട്സ് ആർ? നോ. എന്താണ് നമ്മുടെ ആക്ച്വൽ മോറൽ ഫാക്ട്സ് എന്നുള്ളത് എവല്യൂഷൻ കെയർ ചെയ്യുന്നില്ല. സർവൈവലിന് എന്താണോ ബെനിഫിറ്റ്, അത്തരം മോറൽ ഇൻഡ്യൂഷൻസ് മാത്രമാണ് എവല്യൂഷൻ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ എവല്യൂഷനിലൂടെ ഉണ്ടാകുന്ന മോറൽ ഇൻഡ്യൂഷൻസും ആക്ച്വൽ മോറൽ ഫാക്ട്സും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നത് അബ്സേർഡ് ആണ്. എത്രത്തോളം അബ്സേർഡ് ആണെന്ന് മനസ്സിലാക്കാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നിങ്ങളൊരു കോയിൻ ടോസ് ചെയ്യണം. ഞാൻ പറയുന്നത് കോയിൻ ടോസ് ചെയ്തിട്ട് ഹെഡ് കിട്ടുമ്പോൾ ഹോമോസെക്ഷുവാലിറ്റി ശരിയാണ്, ടെയിൽ കിട്ടിയാൽ ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണ്. സ്വാഭാവികം നിങ്ങൾ പറയും കോയിന്റെ ടോസിന്റെ റിസൾട്ടും ഹോമോസെക്ഷുവാലിറ്റിയുടെ റോങ്നെസ്സും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഇൻഫർ ചെയ്യുന്നത് അബ്സേർഡ് ആണ്. സപ്പോസ് രണ്ടാമത്തെ ഉദാഹരണം, നിങ്ങളൊരു ക്ലോക്ക് കാണാം. ഈ ക്ലോക്കിൽ 12:43 സമയം. പക്ഷെ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കുന്നു ആ ക്ലോക്ക് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇവിടെ ആ ക്ലോക്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി 12:43 സമയം എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആ ക്ലോക്കിലേക്ക് നോക്കുമ്പോഴുള്ള യഥാർത്ഥ സമയവും അതേപോലെ ക്ലോക്ക് സ്റ്റക്കായി കിടക്കുന്ന സമയവും സെയിം ആവുക എന്നത് ഹൈലി അൺലൈക്ലി ആണ്. ഇതുപോലെ തന്നെ സർവൈവലിന് വേണ്ടി ഉണ്ടാവുന്ന എവല്യൂഷനും അതേപോലെ ആക്ച്വൽ മോറൽ ഫാക്ട്സിൽ
തമ്മിൽ കോയിൻസൈഡ് ചെയ്യുക എന്നത് ഹൈലി അൺലൈക്ലി ആണ്. അതുകൊണ്ട് തന്നെ എവല്യൂഷന്റെ അടിസ്ഥാനത്തിൽ എവല്യൂഷന്റെ അടിസ്ഥാനത്തിൽ വന്ന മോറൽ ഇൻഡ്യൂഷൻ വെച്ചിട്ട് മോറൽ ഫാക്ട്സ് കണ്ടുപിടിക്കാൻ കഴിയില്ല. പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം നമ്മുടെ മോറൽ ഇൻഡ്യൂഷൻസ് ഉണ്ടാവുന്നത് ഈ എവല്യൂഷനിലൂടെ മാത്രമല്ല, മറിച്ച് നർച്ചറിങ്ങിലൂടെയും സോഷ്യൽ കണ്ടീഷനിങ്ങിലൂടെയും കൂടിയാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു സമൂഹം മോറലി കറക്റ്റ് ആണെന്ന് കരുതുന്നത്, മറ്റൊരു സമൂഹം മോറലി ഇൻകറക്റ്റ് ആണെന്ന് കരുതും. രണ്ടുപേർക്കും സ്ട്രോങ് ഇൻഡ്യൂഷൻസ് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ റേസിസ്റ്റ് സമൂഹത്തിലാണെങ്കിൽ റേസിസം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കും. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഈക്വാലിറ്റി ശരിയാണെന്ന് വിശ്വസിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. റേസിസം ശരിയാണെന്ന് വിശ്വസിക്കും. അവിടെ നിങ്ങൾ പോയിട്ട് പറയാൻ പോകുന്നത് എന്താണ്, നിനക്ക് ഈ റേസിസ്റ്റ് ഇൻഡ്യൂഷൻ ഉണ്ടാവാൻ കാരണം നിന്റെ പാരന്റ്സ് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആൾക്ക് തിരിച്ചു പറയാം, നിനക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവും, ഈക്വാലിറ്റി എന്നുള്ള ഇൻഡ്യൂഷൻ ഉണ്ടാകാൻ കാരണം എവല്യൂഷനിലൂടെയോ മറ്റെന്തെങ്കിലും റീസണിലൂടെയോ ആണെങ്കിൽ അതെല്ലാം വരുന്നത് നിന്റെ മോറൽ എവല്യൂഷനിലൂടെ വന്ന മോറൽ ഇൻഡ്യൂഷൻ ആണ്. രണ്ടും ട്രൂത്ത് ട്രാക്കിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ എവല്യൂഷനിലൂടെ വന്ന മോറൽ ഇൻഡ്യൂഷനും അതേപോലെ സോഷ്യൽ കണ്ടീഷനിലൂടെ വന്ന മോറൽ ഇൻഡ്യൂഷനും ദർ ഇസ് നോ റീസൺ ടു പ്രിഫർ വൺ ഓവർ ദ അതർ. യുക്തിവാദികളുടെ ധാർമ്മികത, ഈ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ യുക്തിവാദികളുടെ ധാർമ്മികത പലപ്പോഴും അവർ ജീവിക്കുന്ന സമൂഹവുമായി മാച്ച് ചെയ്യുന്നതായിരിക്കും. മതവിശ്വാസികളുടെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അവർ ഏത് സമൂഹത്തിലാണോ ഉള്ളത് ആ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാർമ്മികതയായിരിക്കും അവർക്ക് ഉണ്ടാവുക. കാരണം അവർക്ക് റിജിഡായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാർമ്മികത ഉള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിനനുസരിച്ച് അത് മാറില്ല. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഒരു എത്തിസ്റ്റിനോട് ചോദിച്ചാൽ ഇൻസെസ്റ്റ് ശരിയാണ് തെറ്റാണെന്നും, എന്നാൽ വെസ്റ്റേണിലുള്ള ഒരു എത്തിസ്റ്റിനോട് ചോദിച്ചാൽ ഇൻസെസ്റ്റ് ശരിയാണെന്നും പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു പ്രതിഭാസത്തിന് നമുക്ക് കൾച്ചറൽ ബയാസ് എന്ന് വിളിക്കാം. When you live under the delusion that all of the human history and future generations to come must all abide by what is considered morally acceptable and refrain from what is considered morally unacceptable in the century you happen to be born in. ഇതിന്റെ ബേസിസിൽ തന്നെ നമുക്കൊരു പ്രിൻസിപ്പിളും ബിൽഡ് ചെയ്യാം. യു ഔട്ട് ടു റിജക്ട് എ മോറൽ ഇൻഡ്യൂഷൻ ദാറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സൽ, യുണീക് ടു യുവർ പ്ലേസ് ആൻഡ് ടൈം. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പറയുന്നത് ഇപ്പം എക്സ് ഇമ്മോറൽ ആണെന്നുള്ള ഒരു മോറൽ ഇൻഡ്യൂഷൻ നിങ്ങൾക്കുണ്ട്. അതിനർത്ഥം എക്സ് നിങ്ങൾ ഡിനൈ ചെയ്യണമെന്നല്ല. എക്സ് ഇമ്മോറൽ ആണെന്നുള്ള മോറൽ ഇൻഡ്യൂഷൻ നിങ്ങൾ ഡിനൈ ചെയ്താൽ മാത്രം മതി. മറ്റെന്തെങ്കിലും റീസൺസ് എക്സ് ഇമ്മോറൽ ആണെന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഏത്തിസം വേഴ്സസ് തീസം ഇസ്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുന്നത്, ഇസ്ലാമിൽ ഏത്തിസത്തിൽ മോറൽ ഫാക്ട്സ് അറിയാൻ നമുക്ക് മാർഗങ്ങളൊന്നുമില്ല. ഇസ്ലാമിൽ അതുണ്ട്. എക്സസീവ് മോറൽ ഡിസഗ്രിമെന്റ്സ് ആണ്. മോറൽ ഫാക്ട്സ് ഉണ്ടോ, മോറൽ നിഹിലിസം, ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന പല വിഭാഗം ആളുകളുണ്ട്. എന്നാൽ അതേ സമയത്ത് നമുക്ക് ഫിഖിൽ 80-85% കൺസെൻസസ്, ജനറൽ കൺസെൻസസ് നമുക്ക് കിട്ടും. നോ വേ ടു റിസോൾവ് ഡിസഗ്രിമെന്റ്സ്. ഈ പറയുന്ന മോറൽ ഇൻഡ്യൂഷൻസ്, ആരുടെ മോറൽ ഇൻഡ്യൂഷൻസ് ആണ് ശരിയെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡിസഗ്രിമെന്റ്സ് റിസോൾവ് ചെയ്യാൻ യാതൊരു മാർഗങ്ങളുമില്ല. എന്നാൽ ഇവിടെ നമുക്ക് വ്യക്തമായ മാർഗങ്ങളുണ്ട്. നമുക്ക് ഖുറാനിലേക്കും ഹദീസിനുമായിട്ട് ഏറ്റവും കൂടുതൽ യോജിച്ചത് ഏതാണ് എന്ന് പരിശോധിക്കാം. രണ്ടാമത് ഏത്തിസം ഫോളോ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രാക്ടിക്കൽ പ്രശ്നങ്ങളാണ് ലെസ് ലൈഫ് സാറ്റിസ്ഫാക്ഷനും അതേപോലെ ബെറ്റർ ലൈഫ് സാറ്റിസ്ഫാക്ഷനും. ഇവിടെ സൂയിസൈഡ് റേറ്റ്സ് ഏറ്റവും കൂടുതലുള്ളത് ഏത്തിസ്റ്റുകൾക്കിടയിലാണ്, ഏറ്റവും കുറവുള്ളത് ഇസ്ലാം മതവിശ്വാസികൾക്കിടയിലാണ്. മെന്റൽ ഹെൽത്തും ഡിപ്രഷൻ പ്രോബ്ലം ഏറ്റവും കൂടുതലുള്ളത് ഏത്തിസ്റ്റുകൾക്കിടയിലാണ്, ഏറ്റവും കുറവുള്ളത് റിലീജിയസ് ആയിട്ടുള്ള ആളുകൾക്കിടയിലാണ്. ലൈഫ് ബോഡി ഇമേജ് ആൻഡ് ബ്യൂട്ടി ഐഡിയൽസ്, അതായത് ഹിജാബ് ധരിക്കുന്ന സ്ത്രീകൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ, ബോഡി ഡിസാറ്റിസ്ഫാക്ഷൻ, ഈറ്റിംഗ് ഡിസോർഡർ, സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ബെറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മദർ ആൻഡ് ചൈൽഡ്, അതായത് റിലീജിയസ് ആയിട്ടുള്ള മദറിന്റെയും ചൈൽഡിന്റെയും റിലേഷൻഷിപ്പ് ബെറ്റർ ആണ്. ബെറ്റർ മാരിറ്റൽ സ്റ്റാറ്റസ്, കൂടുതൽ ഡിവോഴ്സുകൾ നടക്കുന്നത് ഏത്തിസ്റ്റുകൾക്കിടയിലാണ്. ചാരിറ്റി ആൻഡ് വോളണ്ടിയറിംഗ്, ചാരിറ്റിയും സോഷ്യൽ വോളണ്ടിയറിംഗ് അഥവാ സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് വിശ്വാസികൾക്കിടയിലാണ്. ഫെർട്ടിലിറ്റി റേറ്റ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾക്കിടയിലാണ്. സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ വിശ്വാസികൾക്കിടയിലാണ്. ഇതേപോലെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, അതായത് പറയുന്നത് 6 അക്ക ശമ്പളം വാങ്ങുന്ന ഒരാൾക്കുണ്ടാകുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ ആണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്നത്, ഈവൻ തോ അവർ പൂറാണെങ്കിലും. ഈ ഒരു ഏത്തിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ റിച്ച് ആണെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ പോലും അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാം മോറലി ബാഡ് ഫോർ സൊസൈറ്റി ആണ് എന്ന് റഷോ കാണിക്കേണ്ടത് എങ്ങനെയാണ്? 1, ഇസ്ലാം ഇന്ന കാര്യങ്ങൾ കമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുക. 2, എക്സ് ഇമ്മോറൽ ആണെന്ന് കാണിക്കുക. 3, കാണിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ഇമ്മോറാലിറ്റി കമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് 3 മാർഗങ്ങളാണ്. രണ്ടാമത്തെ പ്രീമിയസ് പ്രൂവ് ചെയ്യാൻ 3 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രീമിയസ് എങ്ങനെ പ്രൂവ് ചെയ്യണം എന്നുള്ളത് ഞാൻ റിബ്യൂട്ടർ സെഷനിൽ പറഞ്ഞുതരാം. രണ്ടാമത്തെ പ്രീമിയസ് പ്രൂവ് ചെയ്യാൻ 3 കാരണങ്ങളാണുള്ളത്, 3 മാർഗങ്ങളാണുള്ളത്. 1, നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഏതെങ്കിലും മോറൽ ഫിലോസഫി വെച്ചിട്ട് 2 ഇമ്മോറൽ എന്ന് കാണിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന മോറൽ ഫിലോസഫി വെച്ചിട്ട് അത് ഇമ്മോറൽ എന്ന് കാണിക്കുക. അത് ഇന്റേണൽ ക്രിട്ടിക് ആണ്. 3 മാർഗങ്ങൾ. ഓക്കെ, 3 മാർഗങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ സെക്കൻഡ് തോന്നുന്നു 3 മാർഗങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ
ഏതെങ്കിലും ഒരു മോറൽ ഫിലോസഫി ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഏതെങ്കിലും മോറൽ ഫിലോസഫി ഉപയോഗിച്ചിട്ട് എക്സി മോറലാന്ന് കാണിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന മോറൽ ഫിലോസഫി അല്ലെങ്കിൽ മൊറാലിറ്റി വെച്ചിട്ട് എക്സി മോറലാന്ന് കാണിക്കുക. അത് ഇന്റേണൽ ക്രിറ്റിക്കാണ്. മൂന്നാമത് ഏതെങ്കിലും ഒരു മോറൽ ഫിലോസഫി ശരിയാണെന്ന് കാണിച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ അംഗീകരിക്കുന്ന ഏതെങ്കിലും ബേസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഏതെങ്കിലും ഒരു മോറൽ ഫിലോസഫി ശരിയാണെന്ന് കാണിച്ചിട്ട് അത് വെച്ചിട്ട് ഇസ്ലാമിന്റെ ഈ കമാൻഡ്മെന്റ് എക്സി മോറലാന്ന് കാണിക്കാം. ഇത് റാസി പറഞ്ഞു തന്ന ഐഡിയ ആണ്. സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, പ്രധാനമായും ഞാനിവിടെ 3 കാര്യങ്ങളാണ്, ഉവൈസിനെ പോലെ തന്നെ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി വിഷയങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇസ്ലാം ആൻഡ് വുമൻ, ഇസ്ലാം ആൻഡ് നോൺ മുസ്ലിംസ്. ഓക്കെ, ഇസ്ലാം വ്യൂ men and women equal in spirituality and moral worthiness. ഇത് നമുക്ക് 9-ാം അധ്യായം 1-ാമത്തെ വചനം. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്. 3 ടോപ്പിക്സ് ആണുള്ളത്. ഇസ്ലാം ആൻഡ് വുമൻ, ഇസ്ലാം ആൻഡ് നോൺ മുസ്ലിം, ഇസ്ലാം സ്ലേവറി. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം ആൻഡ് വുമൻ. ഇസ്ലാം വ്യൂസ് men and women equal in spirituality and moral worthiness. ഇത് 9-ാം അധ്യായം 71-ാമത്തെ വചനത്തിൽ വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസികളായ സ്ത്രീകളും പരസ്പരം സഹായികളാണ്. അവർ പരസ്പരം നന്മ കൽപ്പിക്കുകയും പരസ്പരം തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. നാം ഒരിക്കലും ഒരു വിശ്വാസിയുടെ കർമ്മം പായാക്കി കളിക്കില്ല. അതാണാകട്ടെ അത് പെണ്ണാകട്ടെ, they are of one another. അവർ പരസ്പരം ഓരോരുത്തരും മറ്റൊരാളിൽ നിന്നാണ് വരുന്നത്. അതായത് ഈ you are of one another എന്നുള്ള ഫ്രേസ് ഈക്വൽ ഇൻ റിവാർഡ് എന്നാണ് അതിന്റെ വിവക്ഷ എന്ന് എല്ലാ തഫ്സീറുകളിലും കാണാൻ കഴിയും. വിശ്വാസികളായ പുരുഷൻ, മുസ്ലിമായ പുരുഷനും മുസ്ലിമായ സ്ത്രീയും, വിശ്വാസിയായ പുരുഷനും വിശ്വാസിയായ സ്ത്രീയും, അനുസരണമുള്ള പുരുഷനും അനുസരണമുള്ള സ്ത്രീയും, സത്യസന്ധനായ പുരുഷനും സത്യസന്ധനായ സ്ത്രീയും, ക്ഷമാശീലനായ പുരുഷനും ക്ഷമാശീലനായ സ്ത്രീയും, വിനയമുള്ള പുരുഷനും വിനയമുള്ള സ്ത്രീയും, ദാനം ചെയ്യുന്ന പുരുഷനും ദാനം ചെയ്യുന്ന സ്ത്രീയും, വ്രതമനുഷ്ഠിക്കുന്ന പുരുഷനും വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീയും, ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന പുരുഷനും ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയും, അള്ളാഹുവിനെ സ്ഥിരമായി ഓർക്കുന്ന പുരുഷനും സ്ത്രീയും, എല്ലാവർക്കും അള്ളാഹു കരുണയും പാവമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വിശ്വാസമായിക്കൊണ്ട് നന്മ ചെയ്യുകയാണെങ്കിൽ അവരാണാകട്ടെ പെണ്ണാകട്ടെ അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവരോട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുകയും ചെയ്യില്ല. ഇത് 4-ാം അധ്യായം 124-ാമത്തെ വചനം. നോ മദർ ഷുഡ് ബി ഹാംഡ് ത്രൂ ഹെർ ചൈൽഡ്, നോ ഫാദർ ത്രൂ ഹിസ് ചൈൽഡ്. 2-ാം അധ്യായം 233-ാം വചനം. ഇത് ഉദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാം എന്നോട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഹാം അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് men and women are physically, psychologically and emotionally different. ഇതൊരു ഫാക്ച്വൽ പ്രിൻസിപ്പിൾ ആണ്. ഇത് ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റീവ് ആണ് ഡിഫെൻഡ് ചെയ്യാം. I take this as obvious. Differential treatment will be given to individuals in accordance with their differences. വ്യത്യസ്തമായ ആളുകളെ നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മളൊരു ബസ്സിൽ ഒരു ഗർഭിണിയോ അതല്ലെങ്കിൽ വൃദ്ധനായ ആളോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എക്സെപ്ഷണൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കും. അല്ലാതെ നമ്മൾ ഈക്വൽ ആയിട്ടല്ല ട്രീറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫറൻസസിന്റെ ബേസിസിലായിരിക്കും ഇസ്ലാം അവരെ ട്രീറ്റ് ചെയ്യുന്നത്. 5ാമത്തെ പ്രിൻസിപ്പിൾ റൂൾസ് ആർ ബേസ്ഡ് ഓൺ ജനറൽ ട്രെൻഡ്സ്. നിയമങ്ങൾ ഉണ്ടാകുന്നത് ജനറൽ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം 4ാമത്തെ പോയിന്റിൽ കാര്യങ്ങൾ പറയാനുള്ളത്, ഇപ്പം ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം സ്ത്രീകളെയാണ് രക്ഷിക്കുക. കാരണം പുരുഷന്മാർക്ക് കൂടുതൽ നേരം സർവൈവ് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് തന്നെ. സോ അവരുടെ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക. റൂൾസ് ആർ ബേസ്ഡ് ഓൺ ജനറൽ ട്രെൻഡ്സ്. പൊതു നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് ജനറൽ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, എക്സെപ്റ്റൽ കേസിന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ 18-നും 60-നും വയസ്സിനിടയിലുള്ള ആളുകളാണ് യുക്രൈനിൽ 18-നും 60-നും വയസ്സിനിടയിൽ പ്രായമുള്ള പുരുഷന്മാർ യുദ്ധത്തിന് നിൽക്കണം എന്നാണ് യുക്രൈൻ പറഞ്ഞത്. അവിടെ ചിലപ്പോൾ എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും, ചിലപ്പോൾ അവിടെയുള്ള പുരുഷന്മാരെക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടാവാം. പക്ഷെ നമ്മൾ റൂൾസ് സെറ്റ് ചെയ്യുമ്പോൾ ജനറൽ ട്രെൻഡിന്റെ ബേസിലാണ് സെറ്റ് ചെയ്യുക. ഇൻഡിവിജ്വൽ ഫ്രീഡം മേ ബി റെസ്ട്രിക്റ്റഡ് ടു ദ ഓവറോൾ ഫോർ ദ ഓവറോൾ വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന്റെ വെൽബീയിങ്ങിന് വേണ്ടി ഇൻഡിവിജ്വൽ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്തേക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മാരിറ്റൽ സ്റ്റാറ്റസും അതേപോലെ അങ്ങനെയുള്ള ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സൊസൈറ്റി ഫ്ലറിഷ് ചെയ്യുള്ളൂ. ഫാമിലി പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടീസ് ഉണ്ടാവും, കടമകൾ ഉണ്ടാവും. എനിക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഫാമിലി തകരും, ഫാമിലി തകർന്നാൽ സൊസൈറ്റി തകരും. സിംഗിൾ മോംസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങൾ എത്രയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുക എന്നത് ഫാമിലിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനെ ബെറ്ററാണ്. അതേപോലെ തന്നെ ഏത്തിസ്റ്റുകളുടെ ഇഗ്ലിറ്റേറിയൻ ഫാമിലി സിസ്റ്റം ഒക്കെ പരാജയമാണ് എന്നുള്ളതും സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ഫ്രീഡം മേ ബി റെസ്ട്രിക്റ്റഡ് ഫോർ ദ വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി. ഇസ്ലാം ആൻഡ് നോൺ മുസ്ലിംസ് ഇമ്പോസിംഗ് ജസ്റ്റിസ് വയലന്റ്ലി ഇസ് ജസ്റ്റിഫൈഡ്. അതായത് ഇവിടെ ജിഹാദ് നമുക്ക്, അതായത് ഒരു സമൂഹം ഇൻജസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ
നമ്മുടെ മുമ്പിൽ ഒരാൾ ആക്രമിക്കപ്പെടുകയാണ്, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അയാളോട് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, അത് വളരെ മോശമാണ് എന്നാണ് പറയാം? അല്ല, നമ്മൾ വയലന്റ്ലി അയാളെ പിടിച്ചു മാറ്റും. ഒരു കൺട്രി വേറൊരു കൺട്രി വേണ്ടി ഇൻജസ്റ്റിസ് നടത്താണെങ്കിലോ നമ്മൾ അവിടെയും വയലന്റ്ലി ഇടപെട്ടിട്ട് അവിടെ ജസ്റ്റിസ് സ്ഥാപിക്കും. അല്ലാതെ നമുക്കതിന് കേപ്പബിൾ ആണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ചെറിയൊരു കൺട്രി ആണെങ്കിൽ നമ്മൾ അവിടെ പോയി വെറുതെ ഒരു കെയോസ് ഉണ്ടാക്കൂല. മറിച്ച് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സഫീഷ്യന്റ്ലി സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യുകയും അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. എന്നിട്ട് അവിടെ ഇസ്ലാമിന്റെ ജസ്റ്റിസ് റൂള് അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഇത് JS മില്ലും പറയുന്നുണ്ട്. എന്താണ്, നോൺ യൂറോപ്യൻസ് അല്ലാത്ത ആളുകളൊക്കെ ബാർബാറിയൻസ് ആണ്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ബലം പ്രയോഗിച്ച് കോളനൈസ് ചെയ്യണം. എന്നിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം? യൂറോപ്യന്റെ എൻലൈറ്റ്മെന്റ് പഠിപ്പിക്കണം എന്നുള്ളത്. ഇതേപോലെ ഇസ്ലാമിന്റെ എൻലൈറ്റ്മെന്റ് എല്ലാവരെയും പഠിപ്പിക്കണം. ഇസ്ലാമിന്റെ വെളിച്ചം എല്ലാവരിലേക്ക് എത്തണം. അത് ഫോഴ്സ് ചെയ്ത് തന്നെ എത്തണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ പറയില്ലേ, ഒരു രാജ്യം ഇൻജസ്റ്റിസ് ആയ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കല്ല ചെയ്യുക. നമ്മൾ വയലന്റ്ലി തന്നെ അത് ജസ്റ്റിസ് അവിടെ സ്ഥാപിക്കും. ഇസ്ലാം പ്രൊഹിബിറ്റ് ട്രച്ചറി, കരാറുകൾ ഇസ്ലാം പാലിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ തമ്മിൽ കരാറുകൾ ഉണ്ടെങ്കിൽ അത് ഇസ്ലാം റെസ്പെക്ട് ചെയ്യും. ഇനി കരാർ ഇപ്പം മുസ്ലിങ്ങളുടെ ബെനിഫിറ്റിന് ഈ കരാർ എതിരാണെങ്കിൽ അത് ഓപ്പൺലി ഡിക്ലെയർ ചെയ്യും. അല്ലാതെ നമ്മൾ ബാക്കിൽ കൂടെ കുത്തുന്ന പരിപാടിയില്ല. ബാക്കിലൂടെ കുത്തുകയാണെങ്കിൽ നമ്മളത് ക്ഷമിക്കുകയുമില്ല. ബനു ഖുറൈളയുടെ ഇൻസിഡന്റ് നോട്ട് ദ പോയിന്റ്. മുവഹിദായിട്ടുള്ള മുസ്ലിങ്ങളെ ഇസ്ലാം ട്രീറ്റ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ്. അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിരോധിക്കുന്നില്ല. അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതേപോലെ whoever wrongs a muwahhid detracts from his rights, burdens him with more work than he is able to do, or takes something from him without his consent, I will plead for him on the day of judgment. ഇത് അബൂ ദാവൂദ്, ക്ലാസ് ബൈ ഹസൻ ബൈ ഇബ്നു ഹജർ ഇബ്നു ഹജർ. അതേപോലെ whoever kills a person who is protected by a treaty will never smell the fragrance of paradise. Verily its fragrance can be found from a distance of 40 years. Okay. അപ്പോൾ സമ്മറി ഇത്രയാണ്. അൺലൈക്ക് ഇസ്ലാം, എത്തിസത്തിന് ഒരു മോറൽ നോളജ് അക്വയർ ചെയ്യാൻ കഴിയില്ല. അൺലൈക്ക് ഇസ്ലാം, എത്തിസം ഈസ് ഡിറ്റർമെന്റൽ ടു ദ സൊസൈറ്റി. ഒന്നെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ച ഈ പ്രിൻസിപ്പിൾസ് തെറ്റാണെന്നോ, അതല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഇസ്ലാമിന്റെ ഏതെങ്കിലും നിയമങ്ങൾ ഈ പ്രിൻസിപ്പിൾസിന് എതിരാണെന്നോ കാണിക്കണം. അപ്പോ രണ്ടാളുടെ ഓപ്പൺ സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫസ്റ്റ് ഡിബ്യൂട്ടിലാണ് 2 വൈസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ടൈം 8:54 ആണ്. 9:04 അവസാനിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ഫസ്റ്റ് റിബട്ടൽ റൗണ്ടാണ്. ഷാനുവിൻ്റെ പ്രസൻറ്റേഷനിൽ തന്നെ ഷാനു ഒരു റെഫറൻസ് ഉപയോഗിച്ചിരുന്നു. അത് നല്ലൊരു റെഫറൻസാണ്. അത് ജമാലുവിൻ്റെ റെഫറൻസാണ്. അപ്പം ആ ഡിബേറ്റിലുണ്ടായൊരു സംഭവം തന്നെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. അതിൽ എത്തീസത്തിൻ്റെ ധാർമ്മികതയായിരുന്നു അവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നത്. എത്തീസത്തിൻ്റെ അല്ലെങ്കിൽ നോൺ തീസ്റ്റിക് ധാർമ്മികത. അപ്പം ഇസ്ലാമിനെ കുറിച്ച് വിഗ്നു ചോദിച്ച ചോദ്യങ്ങൾക്ക് ജമാൽ കൊടുത്തൊരു ഉത്തരമുണ്ട്. അത് ഈ ഡിബേറ്റിൻ്റെ സ്കോപ്പിൽ വരുന്ന കാര്യമല്ല, അതുകൊണ്ട് അതിനെ എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ജമാലിൻ്റെ ആ പ്രിൻസിപ്പിൾ എന്നാൽ ഞാനും ഇവിടെ ഉപയോഗിക്കാൻ നല്ലൊരു പ്രിൻസിപ്പിളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇവിടെ ഞാൻ യൂട്ടിലിറ്റേറിയനിസം ഡിഫെൻഡ് ചെയ്യാനോ, നോൺ തീസ്റ്റിക് മൊറാലിറ്റീനെ ഡിഫെൻഡ് ചെയ്യാനോ, സെക്യുലർ മൊറാലിറ്റീനെ ഡിഫെൻഡ് ചെയ്യാനോ വന്നതല്ല. ഇസ്ലാം എന്തുകൊണ്ടാണ് സമൂഹത്തിന് അപകടം എന്നുള്ളത് കാണിക്കാൻ വന്നതാണ്. അപ്പം അതിൽ ഷാനു 3 ക്രൈറ്റീരിയൻ പറഞ്ഞു. അതിലൊരു ക്രൈറ്റീരിയൻ നമ്മൾ ഒന്നിച്ച് അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിന് എതിരായാൽ മതി എന്നുള്ളത്. അത് ഞാനിവിടെ കാണിച്ചു. ഷാനുവിനെ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ രാഷ്ട്രീയ മൂല്യങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ രാഷ്ട്രീയ മൂല്യങ്ങളെ ഷാനു അംഗീകരിക്കുന്നില്ല. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ മൂല്യങ്ങളെ ഷാനു അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിയർലി പറഞ്ഞാൽ മതി. ആ മൂല്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നില്ല. അതായത് നിയമത്തിന് മുന്നിൽ തുല്യത വേണമെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. മതേതരത്വം ഒരു നല്ല രാഷ്ട്രീയ മൂല്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യം ഒരു നല്ല രാഷ്ട്രീയ മൂല്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ നമ്മുടെ ഭരണഘടനയെക്കാളും മികച്ച ഒരു രാഷ്ട്രീയ രേഖയാണ് ഇസ്ലാം, അതാണ് അതിനേക്കാളും മികച്ചൊരു ഭരണഘടന എന്നൊക്കെ അഭിപ്രായം ഷാനുവിനുണ്ടെങ്കിൽ ഷാനുവിനത് എക്സ്പ്ലിസിറ്റ്ലി പറയാം.
ഞാൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. അതല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്ലിയർലി, അല്ലെങ്കിൽ പിന്നെ ഷാനുവിന് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ഈ പറഞ്ഞ ക്ലിപ്പുകൾ ഇതൊന്നും ഇവിടെ പഠിപ്പിക്കുന്നതോ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു കൊടുത്തതോ ഈ ഹദീസുകളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതോ അല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാലും വേറെ പ്രശ്നമുണ്ട്. കാര്യം ഇവിടെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റെക്കോർഡാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇനി വേറൊരു എസ്കേപ്പ് റൂട്ട് ഷാനുവിനുള്ളത്, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്ന ഇസ്ലാം അല്ല ഇത് എന്നുള്ളത് പറയില്ല. അത് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞു. എന്താ വെച്ചാൽ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു രേഖ ഉപയോഗിക്കുക, നിങ്ങൾ ഹദീസുകളെന്നും പറഞ്ഞിട്ട് ഒരു സാധനങ്ങൾ ഇതാക്കുക, ദർസുകളിൽ ഒരു സാധനം പഠിപ്പിക്കുക, അതിനെക്കുറിച്ച് ചോദ്യം വരുന്ന സമയത്ത് അതൊന്നും ഞങ്ങളുടെ അല്ലേ, ഞങ്ങളുടെ ഇസ്ലാം അങ്ങനെയല്ലേ, ഞങ്ങളുടെ ഇസ്ലാം വളരെ മനോഹരമാണെന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വരാം. അതുപോലെ ഷാനു ഇവിടെ ചെയ്ത വേറൊരു കാര്യം, ജിഹാദിനെയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് ഷാനു ശ്രമം നടത്തി. എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഉദ്ധരിച്ച 9:29 വചനം, അതുപോലെ 9:5 മുശ്രിക്കുകൾക്കെതിരെയുള്ള അസന്ദിഗ്ധമായ ഖിത്താലിൻ്റെ വചനങ്ങൾ വരുന്നതിന് മുമ്പ് ഇറക്കപ്പെട്ട പരിമിതമായ ഇളവുകളുള്ള വചനങ്ങൾ ഓതിയിട്ട് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി. പക്ഷേ അത്തരം ഇതുകളെല്ലാം തന്നെ മൻസൂഖാണ്. ഇസ്ലാമിലെ ജിഹാദിൻ്റെ കൽപ്പനകൾ വന്നത് പല ഘട്ടങ്ങളായിട്ടാണ്. ഇസ്ലാമിന് ശക്തിയില്ലാത്ത സമയം മക്കയിൽ ഉണ്ടായിരുന്ന വളരെ ദുർബലമായിരുന്ന സമയത്ത് ജിഹാദ് തന്നെ പാടില്ലായിരുന്നു. പിന്നീട് ജിഹാദിൻ്റെ വെളിപാട് ഇറങ്ങി, അത് മദീനക്കാരുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി മദീനയിലേക്ക് പോകുന്ന വഴി ഓൺ ദ സ്പോട്ട് അന്ന് എഴുതപ്പെട്ടു ആദ്യത്തെ വചനം. പിന്നീട് ഘട്ടങ്ങളായിട്ട് പിന്നീട് ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രം അങ്ങോട്ട് യുദ്ധം ചെയ്യാം എന്നുള്ള കൽപ്പനകൾ വന്നു. അതിനുശേഷം പിന്നെ മൊത്തത്തിൽ അങ്ങോട്ടുള്ള ഓൺസ്ലോട്ട്, കടന്നാക്രമണങ്ങൾ നടത്താനുള്ള വചനങ്ങളൊക്കെ എഴുതപ്പെടുന്നത് അവസാനമാണ്. അവസാനം ഇറങ്ങിയ സൂറത്തുകളുടെ കൂട്ടത്തിലുള്ളതാണ് സൂറത്തു തൗബ. അതിലുള്ള ഒരു വചനമാണ് ആയത്തു സൈഫ് എന്ന് പറഞ്ഞ 9:5 എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതമായ ആയത്ത്. അത് 100 ചില്ലാനം ആയത്തുകൾക്ക് നാസിഹായിട്ട് വന്ന വചനമാണ്. അതുകൊണ്ടാണ് അതിന് ആയത്തു സൈഫ്, വാളിന്റെ വചനം, ഖിത്താലിന്റെ വചനം എന്ന പേര് കൊണ്ട് തന്നെ അറിയപ്പെടുന്നത്. പിന്നെ നേരത്തെ ഞാൻ ഓതിയ ഒരു ആയത്ത് 9:29, അതിൽ ക്ലിയർലി പറയുന്നുണ്ട്, ഒന്നുകിൽ അവർ മുസ്ലിം ആകുക, ഇസ്ലാം സ്വീകരിക്കുക, അതല്ലെങ്കിൽ അവർ ജിസിയ തരുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം. അപ്പോൾ അവരുടെ മേലുള്ള കുറ്റം, മറ്റെന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തതോ ഷാനു പറഞ്ഞ പോലെ അൺജസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതോ ഒന്നുമല്ല അവരുടെ കുറ്റം എന്ന് പറയുന്നത്. അവരുടെ കുറ്റം ഇസ്ലാം അംഗീകരിച്ചില്ല, മുഹമ്മദിനെ നബിയായി അംഗീകരിച്ചില്ല, ഇതിനെ സത്യദീനായി അംഗീകരിച്ചില്ല എന്നാണ്. കാര്യം ക്രൈംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അവിടെ. അത്തരം കാര്യങ്ങൾ. പിന്നെ ഇസ്ലാമിൻ്റെ മൊറാലിറ്റിയാണ് ഷാനു കൊണ്ടുവന്നത്. ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ ഇസ്ലാമിൻ്റെ മോറൽ കൺസെപ്റ്റ് ഇന്നത്തോളം വിയേർഡായിട്ടുള്ള ഒരു മോറൽ കൺസെപ്റ്റ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു ദൈവത്തെ അംഗീകരിക്കാതിരിക്കുക, ഇസ്ലാമിൻ്റെ ദൈവത്തിനെ പോലെ വേറെ ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൊടിയ പാപം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്ത് കൊന്നാൽ പോലും, അതല്ലെങ്കിൽ സ്വന്തം മോളെ ബലാത്സംഗം ചെയ്ത് കൊന്നാൽ പോലും ഷിർക്കാണോ? ഷിർക്കെന്ന് വെച്ചാൽ ബഹുദൈവ വിശ്വാസം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പ രക്ഷിക്കണം. ഇതാണ് ഈ സലഫി നേതാവായിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള, അത് ഇസ്ലാമിൻ്റെ കോർ ബിലീഫിൽപ്പെട്ട കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് ഒരൊറ്റ തവണ വിളിച്ചു കഴിഞ്ഞാൽ പോയി അവൻ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. ഈ ലോകത്തിൻ്റെ നന്മക്ക്, മൊത്തം നന്മക്ക് വേണ്ടി അവൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച്, ജീവിതം തന്നെ അതിനു വേണ്ടി കളഞ്ഞ ഒരു മനുഷ്യനായിട്ടും കാര്യമില്ല. ഒരു തവണ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഇസ്ലാം ഏറ്റവും കൊടി അക്രമമായി കാണുന്നത് ബഹുദൈവ വിശ്വാസത്തെയാണ്. ഇന്ന ശിർക്ക ലുൽമുൻ അലീം എന്ന ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അപ്പം അൺജസ്റ്റ് ഇതിന് അധർമ്മത്തെ ഇല്ലാതാക്കുക എന്നുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഇസാലത്തു ഷിർക്കാണ്, ഷിർക്കിനെ നീക്കം ചെയ്യലാണ്, ബഹുദൈവ വിശ്വാസത്തിനെ നീക്കം ചെയ്യലാണ്. അതല്ലാതെ സാമൂഹികമായ മറ്റ് ദുരന്തങ്ങളെ ഇല്ലായ്മ ചെയ്യലല്ല. ഇപ്പം ഇസ്ലാമിക രാജ്യത്തുള്ള ഒരു ഭരണാധികാരി അയാൾ അക്രമിയാണെങ്കിൽ പോലും, അധർമ്മിയാണെങ്കിൽ പോലും, വ്യക്തമായ കുഫർ ഉണ്ടെങ്കിൽ മാത്രമേ അയാളിനെ എതിർക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇസ്ലാം കാരണം ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ റെഫറൻസ് അടക്കം ഇത്തരം പഠിപ്പിക്കലുകൾ കൊണ്ട് ഉണ്ടായ ദുരന്തങ്ങൾ വേണമെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ കുറേ എക്സാമ്പിൾസ് എടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെ എന്താണ് എത്തിസ്റ്റുകളുടെ ഇടയിൽ അത് കൂടുതലാണ്, ഈ മറ്റവരുടെ ഇടയിൽ ഇത് കൂടുതലാണെന്നൊക്കെ. ഇതുപോലെ കുറച്ച് റെഫറൻസസ് ഞാൻ വെച്ചുതരാം. ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ തീവ്രവാദം വളരെ കൂടുതലാണെന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുന്നതും കൂടുതലാണ്. അതിനെ ന്യായീകരിക്കുന്ന സമയത്ത് മറ്റാളുകൾ മൗനിയായിട്ട് നിന്ന് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരൊറ്റ എക്സാമ്പിൾ, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടത്തിയത് ബിൻ ലാദനാണ് എന്ന് വെളിവായതിൻ്റെ തൊട്ടടുത്ത മാസം ഇവിടെ കേരളത്തിലെ ഒരു ഇസ്ലാമിക സംഘടനയുടെ സാരഥിയായി ഇന്നും പ്രവർത്തിക്കുന്ന
ഇസ്മായിൽ വഫയുടെ നേതൃത്വത്തിലുള്ള സെൻസിങ് മാസികയിൽ കനൽ പദങ്ങളിലെ സിംഹം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങേരെ പ്രകീർത്തിച്ചിട്ടുള്ളത്. പിന്നെ വളരെ വിയേർഡായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഇബ്നു തൈമിയയുടെ ഒരു റെഫറൻസ്. കാര്യം എന്താ വെച്ചാൽ അതും ശിർക്കാണ്. ഏറ്റവും കൊടിയ അക്രമവുമായിട്ട് ഇബ്നു തൈമിയ കാണുന്ന ശിർക്കിൽപ്പെട്ട കാര്യങ്ങളാണ് ഈ അക്രമമൊക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന ഇതൊക്കെ, ഭാര്യനെ തല്ലാൻ വേണ്ടി ദൈവത്തിന്റെ പേരിലൊരു വചനം എഴുതി വെച്ച പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. 4:34. അതെന്തിനു വേണ്ടി എന്ന് അതും ഖുറാനിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ എന്താണ് സ്ത്രീകളിൽ നിന്ന് നുഷൂസിനെ ഭയപ്പെട്ടാൽ നിങ്ങൾ അവരെ തല്ലിക്കൊള്ളുക എന്നാണ് പുരുഷന്മാരോട് ഖുർആൻ കൽപ്പിക്കുന്നത്. അതേ ഖുർആൻ തന്നെ ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന് തിരിച്ച് ഇങ്ങനത്തെ നുഷൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് 4:128 പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ കോംപ്രമൈസ് ഉണ്ടാക്കണതിൽ തെറ്റൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് വെർത്തിനനുസരിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ആ വെർത്ത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് സ്ത്രീയെ ഇസ്ലാം കാണുന്നത് എന്ന്. ഖുർആനിലെ ഒരു ആയത്ത് 3:14, സുയ്യിന ലിന്നാസി, മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു ഹുബ്ബു ഷഹവാത്തി, കാമ്യ വസ്തുക്കളോടുള്ള ഇഷ്ടം, മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന്. കേട്ട? അപ്പൊ ആരാണ് ഇവിടുത്തെ മനുഷ്യൻ, ആരാണ് ഇവിടുത്തെ സ്ത്രീ? ക്ലിയർ വാചകമാണ്. സുയ്യിന ലിന്നാസി, മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു ഹുബ്ബു ഷഹവാത്തി, ഷഹവാത്ത്, കാമ്യ വസ്തുക്കൾ, അതിനോടുള്ള പ്രണയം അല്ലെങ്കിൽ ലവ്, മിനൻ നിസാ, ഈ സ്ത്രീകളിൽ നിന്ന്. പിന്നെ ഉദാഹരണങ്ങൾ വെക്കാണ്. വൽ ബനീന, മക്കളൊക്കെ സ്വത്തായി കണ്ടിരുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിന്റെ ധാർമ്മിക ബോധമാണ് ഈ വെളിപ്പെടുത്തുന്നത്. വൽ ഖനാതീരി വൽ മുഖന്തറത മിനൽ ദഹബി വൽ ഫില്ലതി വൽ ഖൈലിൽ മുസവ്വമ alluring unto man is the enjoyment of worldly desires through women and children, and heaped up treasures of gold and silver and horses of high mark, cattle and land. കാറ്റില്, ലാൻഡ്, കുതിര പോലുള്ള കാമ്യ വസ്തുക്കളോടുള്ള പ്രണയം, സ്ത്രീകൾ, ആ കൂട്ടത്തിൽ സ്ത്രീനെ എണ്ണീട്ട് പറയാണ് ഇത്തരം വസ്തുക്കളോടുള്ള പ്രണയം മനുഷ്യൻ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ് ഖുർആൻ. പിന്നെ ജിഹാദ് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യത്ത് അൺജസ്റ്റിസ് ഉണ്ടാകുമ്പോഴാണെന്ന് പറഞ്ഞു. അൺജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ഷിർക്കാണെന്നുള്ളത് ഖുർആന്റെ തന്നെ നിലപാടനുസരിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു തന്നു. പിന്നെ കോളനൈസേഷനും JS മില്ല് പറഞ്ഞതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് കൊണ്ടുവരുന്നത്. എന്ത് ചെയ്യാം? ഈ കോളനൈസേഷൻ ഒരു ജസ്റ്റിഫൈഡ് മൂവ് ആയിരുന്നു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലാണ് ഈ മില്ലിനൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ടുവരേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്കെതിരെ ചെയ്താലും അതിനെ നിങ്ങൾ അംഗീകരിക്കണം. അതിനെ നിങ്ങൾ അംഗീകരിക്കില്ല, നിങ്ങൾ അങ്ങോട്ട് ചെയ്താൽ അപ്പം നിങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻസ് കൊണ്ടുവരാനുണ്ടാവും. തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം വേറെ സ്റ്റാൻഡേർഡ് എന്നൊന്നും പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ്സിന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു റൗണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഫസ്റ്റ് റിപ്പോർട്ടിൽ ഇവിടെ അവസാനിച്ചു. ഉവൈസിന്റെ ഭാഗത്തുനിന്ന്. ഇനി ഷാനുവിന്റെ ഭാഗത്തുനിന്നാണ്. ഇപ്പൊ ടൈം 9:04 ആണ്. 9:14 അവസാനിക്കും. ഷാനു സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ഒന്നാമത് പറഞ്ഞത് ഈ ഡിബേറ്റിംഗ് ടോപ്പിക്കുമായിട്ട് ബന്ധമില്ല എന്നാണ്. ഈ ഡിബേറ്റിംഗ് ടോപ്പിക്കായിട്ട് അങ്ങനെ ബന്ധമില്ലാതിരിക്കാം. ഇസ്ലാം സമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ, ഇസ്ലാം മോറലി കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഗുണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിനെ മോറലി അപ്രേറ്റ് ആക്കുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മോറലി കറക്റ്റ് എന്നുള്ള കാര്യം അറിയാതെ, അത് മോറലി ആ കാര്യം തീരുമാനിക്കാതെ, എങ്ങനെയാണ് ഈ കാര്യം തീരുമാനിക്കുക, അത് റാസി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ഇമ്മോറലാന്ന് കാണിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഏത് മോറൽ ഫിലോസഫിയാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറയണം. യൂട്ടിലിറ്റേറിയനിസം പ്രകാരം ശരിയായ കാര്യം ക്യാൻറ്റീൻ എത്തിക്സ് പ്രകാരം ശരിയായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് എത്തിക്സാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആദ്യം പറയണം. എന്നിട്ട് അത് പ്രൂവ് ചെയ്യണം. എന്നിട്ട് അത് വെച്ചിട്ട് ഇത് തെറ്റാണെന്ന് അറിയണം. പിന്നെ ഡെമോക്രസി നല്ലതല്ല, ഡെമോക്രസിയുമായി യോജിക്കുന്നില്ല. ഡെമോക്രസിയുമായി യോജിക്കുന്നില്ല അത് നമ്മൾ പറയുന്ന കാര്യമാണല്ലോ, അത് ഒട്ടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പിന്നെ ഡെമോക്രസി ശരിയായ രീതിയല്ല, അതിനേക്കാൾ ബെറ്ററാണ് ഇസ്ലാമിക വ്യവസ്ഥ എന്ന് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു. ഇതൊക്കെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ ഓർഡർ ഫ്രം ദ ലീഡർ, ജിഹാദിനെ ലീഡറിന് എടുക്കുന്ന ഓർഡർ വേണമെന്നുള്ളത്, ഖിലാഫത്ത് വേണം എന്നൊക്കെ ഉള്ളത് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, അത് കേട്ടാൽ മതി. പിന്നെ ഞാൻ ഓൾറെഡി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒരു ദിമ്മിയെ കൊന്നാൽ, മുസ്ലിങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് ഏതെങ്കിലും മുസ്ലിമിനെ കൊന്നാൽ അവന് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കില്ല എന്നുള്ളത്. അതേപോലെ ബ്ലഡ് മണി കൊടുക്കേണ്ടി വരും. ഹനഫി മദ്ഹബിലാണെങ്കിൽ മുസ്ലിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് സ്വർഗം കിട്ടാനാണ്. സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കൂല മുവഹിദിനെ കൊന്നാൽ. അഥവാ
അവിശ്വാസിയെ കൊന്നാൽ, നമ്മൾ ഒരു കരാറിലുള്ള അവിശ്വാസിയെ കൊന്നാൽ, ഇത് അപ്ഗ്രേഡ് എന്താണ് ദുർബലപ്പെട്ട വചനമൊന്നുമല്ല, എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്ന ഹദീസ് തന്നെയാണ്. ഹനഫി മദ്ഹബിലാണെങ്കിൽ എന്ത് ചെയ്യാം, ഖിസാസും പകരം ചെയ്യാം. പിന്നെ ഷിർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ, ഷിർക്കാണ് എല്ലാ കർമ്മങ്ങളെക്കാളും തെറ്റ്. ഇതൊക്കെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമല്ലേ, ഇതൊക്കെ ബേസിക്സ് അല്ലേ. ഷിർക്കാണ് എല്ലാ കാര്യങ്ങളെക്കാളും തെറ്റുന്നുള്ളത്. ഇത് പോട്ടെ ഇവിടെ വന്നിട്ട് ഇസ്ലാം ഇതൊക്കെ എങ്ങനെയാണ് സമൂഹത്തിന് ദോഷമാകുന്നല്ലേ കാണിക്കേണ്ടത്. കാരണം ഈ അള്ളാഹുൽ വിശ്വസിക്കുന്നത് കൊണ്ടും ഏകത്വത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഡാറ്റാസിലൊക്കെ തന്നെ എന്താണ് അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത്, അവർ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരാകുന്നത്. ആ ദൈവവിശ്വാസത്തിന്റെ ബേസിസിലാണ് അവർക്ക് ഡിപ്രഷൻ ഇല്ലാതിരിക്കുന്നത്, അതേപോലെ അവർ സൂസൈഡ് ചെയ്യാതിരിക്കുന്നത്. ഇതൊക്കെ ദൈവവിശ്വാസമാണ് അവർ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നത്, അവരുടെ ലൈഫ് ഹാപ്പി ആക്കുന്നത് അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷിർക്ക് ഗ്രേറ്റർ ക്രൈമാണ് എന്നുള്ളത്, ഷിർക്ക് എല്ലാ തിന്മകളുടെയും മാതാവാണ്. അപ്പം ഷിർക്ക് ഗ്രേറ്റർ ക്രൈമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് സമൂഹത്തിന് ഗുണകരമാണ്. പിന്നെ ഷഹവാത്ത്, സ്ത്രീകള് വസ്തുക്കളാണ് എന്ന് പറഞ്ഞത്. സ്ത്രീകൾ വസ്തുക്കളാണ് എവിടെയാ പറഞ്ഞത്? പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നല്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. അതിൽ പുത്രന്മാരെ പറഞ്ഞിട്ടുണ്ട്. പുത്രന്മാരെ തന്നെയല്ലേ പിന്നീട് പുരുഷന്മാരായി വരുന്നത്. അപ്പം ആ ലോജിക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മോറൽ ഇൻക്ലൂഷൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. മോറൽ ഇൻക്ലൂഷൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും ഇപ്പൊ ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഷാനുവിനോട് ആരോ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്ത്. അപ്പം ഒന്ന് കാര്യം ഈ ടൈമിനകത്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് പോകണം നമുക്ക്. ഹലോ ടൈം കഴിഞ്ഞില്ല? ഇല്ല, ടൈം കഴിഞ്ഞിട്ടില്ല. 6 മിനിറ്റ് ബാക്കിയുണ്ട്. 6 മിനിറ്റ് ബാക്കിയുണ്ട്. 6 മിനിറ്റ്. ഓക്കെ, ഓട്ടോയുടെ എല്ലാ പോയിന്റും ഞാൻ അഡ്രസ് ചെയ്തില്ലേ? അഡ്രസ് ചെയ്യാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ കേട്ടോ? നിങ്ങളെ ടൈം കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ എൻ്റെ സമയത്ത് ഞാൻ പറയാം. പിന്നെ സ്റ്റഡീസ് ഇടാന്ന് പറഞ്ഞിരുന്നു. സ്റ്റഡീസ് ഇട്ടാ നന്നായിരുന്നു. സൂയിസൈഡ് ഏറ്റവും കൂടുതൽ കയ്യിലാണ് എന്നുള്ള സ്റ്റഡീസ് നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അതിന് കൗണ്ടർ സ്റ്റഡീസ് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, കഴിഞ്ഞു. സെക്കൻഡ് റിബ്യൂട്ടൽ സ്റ്റാർട്ട് ചെയ്തോ? ഇപ്പോൾ സെക്കൻഡ് റിബട്ടൽ സെഷനാണ്. അതായത് ഷാനുവിൻ്റെ റിബട്ടലിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ റൗണ്ടിൻ്റെ ഇൻറ്റൻഷൻ. പക്ഷേ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഷാനു അഡ്രസ്സ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പം ജിഹാദ് അത് സമൂഹത്തിന് ദോഷമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് അംഗീകരിക്കുന്ന രാഷ്ട്രീയ നേരേഖയാണ് ഭരണഘടന എന്നുള്ളത്. അപ്പം അത് അംഗീകരിക്കുന്ന, അത് മുന്നോട്ട് വെക്കുന്ന മതേതരത്വം എന്ന സങ്കല്പത്തിനെതിരാണ് ഇത്തരം ജിഹാദുകൾ. സ്വന്തം മതത്തിൻ്റെ അധീശത്വം മറ്റുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇത്തരം ജിഹാദ് ചെയ്യണം എന്ന് പറയുന്നത് മതേതരത്വത്തിനെതിരാണ്. അപ്പം മതേതരത്വം എന്ന സങ്കല്പം നമ്മുടെ രാഷ്ട്രീയ നയരേഖയായിട്ടുള്ള ഭരണഘടന അംഗീകരിക്കുന്ന ഈ സങ്കല്പത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇത് അംഗീകരിച്ചേ പറ്റൂ. ഇത് ദോഷമാണ് എന്നുള്ള കാര്യം. പിന്നെ നിയമത്തിൽ മുന്നിലുള്ള തുല്യതേൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഖിസാസിൻ്റെ കാര്യം, അവിടെ അവരെ കൊന്നാൽ സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവാനാ? നിങ്ങൾക്ക് സ്വർഗം കൊടുക്കാതിരുന്നാൽ പോരെ? ഈ ക്രിമിനൽ നിയമത്തിൽ എന്തിനാണ് ഇത്തരം വിവേചനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇനി നേരത്തെ ഷാനു വേറൊരു എസ്കേപ്പ് റൂട്ട് അടിക്കാൻ നോക്കി, ദിയ്യത്ത് അല്ലെങ്കിൽ ബ്ലഡ് മണി കിട്ടും എന്നുള്ളത്. ആ ബ്ലഡ് മണിയിൽ പോലും വിവേചനമാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നിങ്ങൾക്ക് പിന്നെ ഒരു മുസ്ലിമിനെ കൊന്നാൽ ഉള്ളതിൻ്റെ പകുതിയാണ്, ഒരു മുസ്ലിം പുരുഷനെ കൊന്നതിൻ്റെ പകുതിയാണ് മുസ്ലിം സ്ത്രീക്ക്. അവിടെയും സ്ത്രീ വിവേചനം, സ്ത്രീനെ കൊന്നാൽ കൊടുക്കുന്നത്. മുസ്ലിമിനെ കൊന്നതിൻ്റെ പകുതിയാണ് അഹ്ൽ കിതാബിലുള്ള ആൾക്കാർക്ക്, ജൂത ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക്. അതിനേക്കാളും താഴ്ന്ന റേറ്റാണ് മറ്റു വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിനെ കൊന്നാൽ. ആകെപ്പാടുള്ള ഒരു ലീഗൽ റിക്കോഴ്സ് ദിയാണ്. ഖിസാസ് എന്നുള്ള സാധനം എന്തായാലും റൂൾ ഔട്ട് ചെയ്തു. പിന്നുള്ളൊരു ലീഗൽ റിക്കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ദിയാണ്. അവിടെയും വിവേചനം. ഈ രീതിയിലുള്ള വിവേചനങ്ങൾ, നിയമത്തിന് മുന്നിൽ തുല്യത വേണം എന്ന രാഷ്ട്രീയ മൂല്യം നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് പ്രശ്നം തീർന്നു ഇവിടെ. കാരണം ഞങ്ങൾ സംസാരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകളോടാണ്. അത് അംഗീകരിക്കാത്ത ആളുകൾ
ഈ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര ജനാധിപത്യ സങ്കല്പങ്ങൾക്ക്, തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് അത് അംഗീകരിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ വളരുക എന്നുള്ളത് ദോഷം തന്നെയാണ്. അതിനെന്താണ് അതിനകത്ത് ഇത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പറഞ്ഞു ജിഹാദിന്റെ ഒരു കാര്യം, ഇമാമിന് മാത്രമാണ്, ഇമാം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രമാണ് നടപ്പാക്കാൻ പറ്റാന്ന്. അങ്ങനെയല്ല, ഭരണാധികാരിക്കാണ് അത് നിർബന്ധമുള്ളത്. ഭരണാധികാരി അല്ലാത്ത ആളുകൾക്കും അത് ചെയ്യാം. ഇനി ചെയ്താൽ അത് കറാഹത്താണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താടിയൊക്കെ പഠിക്കുന്നത് കറാഹത്താണ്, അതുപോലെ കറാഹത്താണ് എന്നൊരു അഭിപ്രായം അത് ഉന്തേലും പറയുന്നുണ്ട്. എന്നാൽ അത് കറാഹത്തല്ല എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബ് ശുറൂത്ത് 54-18 നമ്പറിലുള്ള ഒരു ഹദീസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അബൂജന്തലിന്റെ പോരാട്ടങ്ങളെ കാണാൻ പറ്റും. അബൂജന്തൽ, അബുൽ ബസീർ എന്ന് പറഞ്ഞ ആളുകൾ. അത് ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന സമയത്ത് മക്കയിൽ നിന്ന് 2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോരാണ്. അപ്പം ഈ ഓടിപ്പോന്ന ആളുകൾ മദീനയിലെത്തി മുഹമ്മദിന്റെ അടുത്ത് എത്തിയ സമയത്ത് അവിടെ സന്ധി പ്രകാരം അവിടുന്ന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തിരിച്ചയക്കാൻ വേണ്ടി, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആളുകൾ ഇവരെ അന്വേഷിച്ച്, ഈ അബുൽ ബസീറിനെ അന്വേഷിച്ച് പിന്നാലെ വന്നു. ആ പിന്നാലെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുഹമ്മദിന് തിരിച്ചു പോകാൻ വേണ്ടി പറയേണ്ടി വന്നു. എന്നിട്ട് പോകുന്ന വഴിയിൽ അബുൽ ബസീർ ഈ മക്കത്തു നിന്നും വന്ന ആളുകളെ ചതിച്ച് കൊല്ലാണ്. എൻ്റെ വാള് നല്ല ഇതാണ്, ഷൈനിങ് ഉണ്ട്, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈക്കലാക്കിയിട്ട് ആ വാളെടുത്തിട്ട് മക്കത്തുനിന്ന് വന്ന പ്രതിനിധികളെ അവിടെ വെച്ച് വെട്ടിയിട്ട് പിന്നെ മുഹമ്മദിൻ്റെ സന്നിധിയിലേക്ക് പോയ സമയത്ത് മുഹമ്മദ് പറയാണ്, നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തത് ഇനിയിപ്പം കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവില്ല, അവരെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റ് പ്രശ്നങ്ങളുണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ഈ ക്രിമിനൽ കുറ്റം ചെയ്ത മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ച് മുഹമ്മദിൻ്റെ രാജ്യത്തേക്ക്, മുഹമ്മദിൻ്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് വന്ന ഈ മുസ്ലിമിനെ, ആ മുസ്ലിങ്ങളെ കൊന്നു വന്ന ഈ മുസ്ലിമിനെ അവിടുന്ന് കൂളായിട്ട് രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കുകയാണ്. എന്നിട്ട് ഈ അബുൽ ബസീറിൻ്റെ കൂടെ അബൂജന്തലും ചേർന്നിട്ട് ഈ മദീനയിൽ നിന്ന് കുറച്ച് ദൂരം മാറി കടൽ തീരത്ത് ഒരു പ്രദേശത്ത് ഒന്നിച്ചു കൂടിയിട്ട് അവിടെ വെച്ച് അക്രമങ്ങൾ ചെയ്യുകയാണ്. അവിടെ വെച്ച് അതിലൂടെ മക്കക്കാരുടെ ഏതെങ്കിലും സംഘങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ആക്രമിച്ചിട്ട് അവരുടെ സ്വത്തുകൾ തട്ടിയെടുത്തുകൊണ്ട് അവിടെ ജീവിച്ചു പോവുകയാണ്. അപ്പം ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ദൈവത്തും ജിഹാദും എന്ന് പറഞ്ഞൊരു മലയാള പുസ്തകമാണ്. ഇത് മദ്രസത്തുൽ മൗദൂദിയുടെ സ്ഥാപകനായിട്ടുള്ള അബ്ദുൽ അലീം ഇസ്ലാഹി എഴുതിയിട്ടുള്ളതാണ്. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയാണ്, ഇങ്ങനെ കുറച്ച് മുസ്ലിങ്ങൾ സംഘം ചേർന്ന് ഏതെങ്കിലും കാട്ടിലോ മലയിലോ ഒക്കെ നിന്ന് ശക്തിയുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നിന്നാൽ എങ്ങനെയാണ് നമുക്കതിനെ എതിർക്കാനാവുക? മൂപ്പര് ചോദിക്കുന്ന ഗംഭീര ചോദ്യമാണത്. എന്നിട്ട് ഇത് മൂപ്പര് ഈ സംഭവം സ്പെസിഫിക്കലി ഉദ്ധരിച്ചത് ജിഹാദിന് അമീർ നിർബന്ധമാണോ എന്നുള്ള ചോദ്യം. എന്ന് വെച്ചാൽ ഒരു രാജ്യം വേണമെന്നൊന്നുമില്ല, കുറച്ച് കൂട്ടം ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഇങ്ങനത്തെ ജിഹാദ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാം എന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഉസാമ ബിൻ ലാദനെ പോലുള്ള ഒരു കൊടും ക്രിമിനൽ ചെയ്ത വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഈ കേരളത്തിൽ പോലും മലയാളത്തിൽ പോലും, അതും കേരള മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ സാരഥിയായിട്ട് എന്നും പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന ആള് അടക്കം ലേഖനം എഴുതി വിട്ടത് അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു വിഷയത്തിലും തൊട്ടില്ല. സ്ത്രീകൾ മനുഷ്യരുടെ അലങ്കാര വസ്തു എന്നാണ് സ്ത്രീനെ വിശേഷിപ്പിച്ചത്. സുയ്യന ലിന്നാസ് ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ, മക്കൾ അത് മക്കളെയും സ്വത്തായിട്ട് തന്നെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട, ആ കാലഘട്ടത്തിന്റെ ധാർമ്മിക നിലവാരം അനുസരിച്ച് എഴുതപ്പെട്ട വചനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ മനുഷ്യനായിട്ട് കാണുന്നത് പുരുഷനെ മാത്രമേ ഒരു മനുഷ്യനായിട്ട് കാണുന്നുള്ളൂ. അതിന് ഞാൻ വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചു. പിന്നെ ഞാൻ വെച്ച വേറൊരു സാധനം, ഇസ്ലാമിനകത്ത് തന്നെയുള്ള മുസ്ലിങ്ങൾക്ക് പോലും, ഇസ്ലാമിനകത്ത് തന്നെയുള്ള വിഭാഗങ്ങൾക്ക് പോലും ഇസ്ലാമിന്റെ പല വെർഷൻസും ഭീഷണിയാണ്. അതിന് ഉദാഹരണം പറഞ്ഞത് മുജാഹിദുകളെ തന്നെയാണ്, വഹാബികളെ തന്നെയാണ്. പിന്നെ വഹാബികളുടെ ആചാര്യനായിട്ടുള്ള ഇബ്നു തീമിയ, ഷെയ്ഖുൽ ഇസ്ലാം എന്നവർ ആദരപൂർവ്വം വിളിക്കുന്ന ഇബ്നു തീമിയ, നേർച്ച നടത്തുന്ന ആള് അവിശ്വാസിയാണ്, മുശ്രിക്കാണ്, നേർച്ചയ്ക്ക് പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആള് അവനെ കൊല്ലൽ നിർബന്ധമാണ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആശയങ്ങൾ പുലർത്തുന്ന ആളുകളായതുകൊണ്ടാണ്
സൗദി അറേബ്യ പോലുള്ള രാജ്യത്ത് ഇത്തരം ഒരു പ്രത്യയശാസ്ത്രം, വഹാബിസം പോലുള്ള ഒരു പ്രത്യയശാസ്ത്രം അധികാരം പിടിച്ച സമയത്ത് അവിടെയുള്ള മക്ബറകൾക്ക് നേരെ കയ്യേറ്റങ്ങൾ നടക്കുന്നതും മക്ബറകളുടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകളുടെ കുട്ടികളെയും സ്ത്രീകളെയും അടക്കം കൊന്നു തീർത്ത് കൊലവിളി നടത്തി, നായാട്ട് നടത്തി വഹാബിസം അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതൊക്കെ ഇത്തരം അപകടകരമായ പ്രത്യയശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. ഈ അപകടകരമായ പ്രത്യയശാസ്ത്രം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലടക്കം ഇത്തരം കയ്യേറ്റങ്ങൾ മക്ബറക്ക് നേരെ നാടുകാണിയിൽ ഒരു ജാറുണ്ട്, ആ ജാറിന് നേരെ മുജാഹിദുകളുടെ കൂട്ടത്തിൽ നിന്ന് പെട്ട സംഘങ്ങൾ പോയി ആക്രമണം നടത്തിയതൊക്കെ ഇത്തരം ആശയങ്ങൾ വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ്. പിന്നെ ഇത്തരം ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയത്ത്, ആളുകൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് അതിനെതിരെ ഒരു പ്രതിഷേധവും ഒരു ഇസ്ലാമിക സംഘടനയുടെ ഭാഗത്തു നിന്ന്, ഒബ്വിയസ്ലി ജാറത്തിന്റെ കേസിൽ ഇസ്ലാമിക സംഘടനയുടെ സുന്നികൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, അതൊക്കെ. പക്ഷെ ഈ കനൽപദങ്ങളിലെ സിംഹം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊടും ഭീകരവാദിയെ ഒരു വീരപുരുഷനായിട്ട് ഇവിടെ ചിത്രീകരിച്ച ചില വാക്കുകൾ ഞാൻ വായിച്ചു തരാം. പാണ്ഡിത്യത്തിന്റെ പ്രതിരൂപമായ നീളൻ തലപ്പാവ്, ചുണ്ടിൽ എളിമയുടെ പുഞ്ചിരി, ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, സൗദി അറേബ്യൻ ധനാഢ്യനായ ഉസാമക്ക് ഇന്ന് ഒരു വീര നായകന്റെ പരിവേഷം, ഇതൊക്കെയായിരുന്നു അത്തരം വചനങ്ങൾ. ഇങ്ങനെയൊക്കെ എഴുതിയ സമയത്ത് ഒരു പ്രതിഷേധം പോലും ഇത്തരം തീവ്രവാദപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത്, സാമൂഹ്യ വിരുദ്ധമായ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം എവിടെയെങ്കിലും ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ മൻസിയക്കെതിരൊക്കെ ഒരു ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ പോലും ഇവിടെയുള്ള ഹാലിളക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തരം കൊടിയ തീവ്രവാദ പ്രവണതകൾ കാണുന്ന സമയത്ത് പോലും സൈലൻ്റായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നയനിലപാടുകളെക്കുറിച്ച് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് സ്വയം വിലയിരുത്തുക. പിന്നെ നിങ്ങളുടെ തന്നെ വിശ്വാസപ്രകാരം എത്ര നീചനായ ഒരു മനുഷ്യനായാലും സ്വന്തം മഹാതാവിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു മുസ്ലിമിനേക്കാളും മോശമാണ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം മറ്റൊരു മനുഷ്യൻ എന്ന് ചിന്തിക്കുന്ന തരം ഇടുങ്ങിയ പ്രത്യയശാസ്ത്രങ്ങൾ, ഇത് മനുഷ്യന് ഭീഷണിയാണ്, മനുഷ്യവിരുദ്ധമാണ്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ മൂല്യങ്ങളെ നിരാകരിച്ചുകൊണ്ടല്ലാതെ ഒരു മനുഷ്യന് ഇത്തരം ഒരു മൂല്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആശയത്തിന് തലവെച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു റൗണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഷാനുവിന്റെ സെക്കൻഡ് റിബ്യൂട്ടിലാണ്. ഷാനു സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത് ഭരണഘടന നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ വോയിസ് ക്ലിയർ ആയിരുന്നില്ല. മുമ്പ് പറഞ്ഞ വോയിസ് ഫുൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഭരണഘടനയുടെ പാട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നല്ലേ? ഇല്ല, ഒന്നും കൂടി വേണമെങ്കിൽ റിഫ്രഷ് ചെയ്തോ. ഓക്കെ, ഭരണഘടന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. മുസ്ലിംകൾ ഒരു കോൺട്രാക്ട് എന്ന നിലയിൽ ഭരണഘടന അംഗീകരിക്കേണ്ടത്, ഇതുപോലെ ഹുദൈബിയ സന്ധി അംഗീകരിക്കുന്നത് പോലെ വി വിൽ കംപ്ലൈ വിത്ത് ദാറ്റ് കോൺട്രാക്ട്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അതിലുള്ള എല്ലാ മോറൽ പ്രിൻസിപ്പിളും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഉദാഹരണത്തിന് ഗേ മാരേജ് ഇന്ത്യൻ ഡെമോക്രസിയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലീഗലാണ്. ഓട്ടോ അത് ഇല്ലീഗലായിട്ടാണ് കാണുന്നത്. പിന്നെ അബ്ദുൽ ബസീറിന്റെ വിഷയം എന്താണ്, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ചില ആളുകൾ ബന്ധിസ്ഥനാക്കുകയും അദ്ദേഹം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഒരാളെ കൊല്ലുകയും ചെയ്തു. എന്നൊരാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ ഞാൻ നോക്കും. സ്വാഭാവികമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ലാതെ. എന്നൊരാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ അയാളെ കൊല്ലുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ എന്നെ വിമർശിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒഫൻസീവ് ജിഹാദ് ലീഡറില്ലാതെ പറ്റുന്ന എന്നുള്ളതാണോ ഇസ്ലാമിന്റെ ഒഫീഷ്യൽ പൊസിഷൻ? അതേപോലെ ഇത് ഒഫൻസീവ് ജിഹാദ് ആണോ? അവർ ആക്രമിക്കപ്പെട്ട ആളുകളാണ്, അവർ പീഡിപ്പിക്കപ്പെട്ട ആളുകളാണ്. അതെങ്ങനെയാണ് ഒഫൻസീവ് ജിഹാദ് ആവുന്നത്? അത് ഡിഫൻസീവ് ജിഹാദാണ്. പിന്നെ ദിയ ബ്ലഡ് മണി ഈക്വൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്താണ് ഹാം വരുന്നത്? പിന്നെ സ്ത്രീകൾക്ക് ദിയ അൺഈക്വൽ ആണെന്നുള്ളത്. സ്ത്രീകൾക്ക് ദിയ അൺഈക്വൽ ആകുന്നത് ഫോർ ദ സെയിം റീസൺ. എന്തുകൊണ്ടാണ് സ്വത്തവകാശം സ്ത്രീകൾക്ക് പകുതിയാവുന്നത്? അത് ഞാൻ ഓൾറെഡി എന്റെ പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാത്തതായിരിക്കും. എന്നതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ആ ഡിഫറൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫറൻസ്. അപ്പം സാമ്പത്തിക ഉത്തരവാദിത്തം ഉണ്ടാകുന്നത് പുരുഷനാണ്. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷ വിഷയത്തിൽ എന്ത് ചെയ്യുന്നത് പകുതി ബ്ലഡ് മണി ഉള്ളത്, അല്ലാതെ അവരുടെ മോറൽ വർക്ക്നെസ് നോക്കിയിട്ടൊന്നുമല്ല. രണ്ടാമത്തെ വിഷയം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്വർഗമാണ് അവരുടെ മെയിൻ പർപ്പസ്. അതാണ് പറഞ്ഞത്, ഒരു അമുസ്ലിമിനെ കൊന്നാൽ, അവിശ്വാസിയായ ഒരാളെ, നമ്മളുമായി കരാറിൽ ഏർപ്പെടുന്ന അവിശ്വാസിയായ ഒരാളെ കൊന്നാൽ അയാൾക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കില്ല എന്നാണ് പറഞ്ഞത്.
അപ്പോൾ അത് മോറലി കറക്റ്റ് ആണ് എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല. അവരെ കൊല്ലുന്നത് മോറലി കറക്റ്റ് ആണെന്നോ അത് ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കപ്പെടുന്നതെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഹനഫി മദ്ഹബിലെ വ്യൂ പ്രകാരം ഖിസാസ് മുസ്ലിങ്ങളെ കൊന്നതിന് പേരെ മുസ്ലിങ്ങളെ കൊല്ലാം. പിന്നെ ഓൾറെഡി ഞാൻ ആയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കാതെ പോയതായിരിക്കാം. 9-ാം അധ്യായം 21-ാം വചനം, വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസികളായ സ്ത്രീകളും പരസ്പരം സഹായികളാണ്, അവർ പരസ്പരം നന്മ കൽപ്പിക്കുകയും പരസ്പരം തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടിട്ട് എനിക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഡിഫറൻസ് ഇതുപോലെ അല്ല തോന്നിയത്. അതുപോലെ എന്താണ് നമുക്ക് കാണാൻ കഴിയും, സൂറത്ത് റൂമില് 21-ാമത്തെ വചനം, നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരുന്നതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സന്തോഷവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തു. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിക്കുന്നവർക്ക് കമ്പാനിയൻഷിപ്പിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്. സ്ത്രീകൾ ഉണ്ടാവുന്നത്, സ്ത്രീ പുരുഷനുണ്ടാവുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ അവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന വിഷയങ്ങളെല്ലാം പറയുന്നത് കാണാൻ കഴിയും. അവർ ഒബ്ജക്റ്റ് ആയി ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഒബ്ജക്റ്റ് ആവണ്ടേ? ഇവിടെ പറയുന്നത് യുവർ സൺസ് ആർ യുവർ, ഈ ആയത്ത് ഓട്ടോ മനസ്സിലാക്കിയതുപോലെ മണ്ടൻ രീതിയിൽ മനസ്സിലാക്കിയാൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മകൻ എന്ന് പറയുന്നത്, എന്റെ മകൻ എന്ന് പറയുന്നത് എന്റെ സ്വത്താണ് എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് അർത്ഥത്തിൽ ഞാനൊരു ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നു, വസ്തുവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ അതേ കുട്ടി തന്നെയാണ് പിന്നീട് വളർന്നിട്ട് ഈ വ്യക്തിയായി മാറുന്നത്. അതുകൊണ്ട് ഒരേ സമയം ഒരാൾക്ക് ഒബ്ജക്റ്റും വ്യക്തിയാവും. ഇനി മാത്രമല്ല ആ ഹദീസിൽ ചെറിയ കുട്ടികളെ കുറിച്ചല്ല പറഞ്ഞത്, മകൻ എന്നാ പറഞ്ഞത്. ഇപ്പം 35 വയസ്സുള്ള ഒരു മകൻ, അയാളുടെ വാപ്പ ഒരു 60 വയസ്സുള്ള വാപ്പ. ഈ 60 വയസ്സുള്ള വാപ്പയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 35 വയസ്സുള്ള മകൻ അലങ്കാരമാണ്. അതിനടുത്ത് 35 വയസ്സുള്ള മകൻ ഒബ്ജക്റ്റ് ആണ് എന്നാണോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ മനുഷ്യരെ എന്ന് വിളിച്ചത് ഈ 35 മകനെയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ്. പിന്നുള്ളത് ഇബ്നു തൈമിയ്യ ഇന്റർപ്രിട്ടേഷൻ, അതും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇബ്നു തൈമിയ്യ ഇന്റർപ്രിട്ടേഷൻ എന്താണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഇനി ആവർത്തിക്കണമെങ്കിൽ ആവർത്തിക്കാം. ഒരാൾ എക്സ് ചെയ്താൽ ആൾ കാഫിറാണെന്ന് പറയുന്നതും ഒരു വ്യക്തി കാഫിറാണെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കേൾക്കാത്തതാണോ കേട്ടിട്ട് മറുപടി പറയാത്തതെന്ന് എനിക്കറിയില്ല. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഞാൻ റിഡക്ഷക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇറക്കിയ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാൾ കാഫിറാണെന്ന് പറയും, ഒരു വ്യക്തി കാഫിറാണെന്ന് പറയുന്നതും ഇന്ന ക്രൈം ചെയ്യുന്ന ഒരാൾ കാഫിറാണെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇതൊക്കെ എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്, എന്താണ് നിങ്ങളുടെ വേൾഡ് വ്യൂവിലെ ഇത് തെറ്റാവാനുള്ള കാരണം എന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് തെറ്റാവുന്നത്? നിങ്ങളുടെ വേൾഡ് വ്യൂവിൽ എന്തെങ്കിലും ഒരു കാര്യം തെറ്റാവുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കാര്യം മോറാണ് ഇമ്മോറാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പിന്നെ എഗെയിൻ ഡെമോക്രസി, ഏത് മുസ്ലിമാണ് ഡെമോക്രസി അവരുടെ അടിസ്ഥാന മാനദണ്ഡമാക്കി എടുക്കുന്നത്? ഡെമോക്രസി പറയുന്നത് പോലെ ഗേ മാരേജ് അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഈ ഇമോഷണൽ ആർഗ്യുമെന്റും കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ അപ്പീൽ ചെയ്യുന്നു. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ അതിൽ തന്നെ കാണേണ്ടിയിരുന്നു. ജമാലുദ്ദീനുമായി ഉസ്താദുമായിട്ടുള്ള വീഡിയോയിൽ പറയുന്നത് ചില മണ്ടന്മാരായ വ്യക്തിവാദികളാണ്, വിവരമില്ലാത്ത വ്യക്തിവാദികളാണ് ആക്ച്വലി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനീവ കൺവെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പീൽ ചെയ്യുന്നത് ചില മണ്ടന്മാരായിട്ടുള്ള വ്യക്തിവാദികളാണ്. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. വ്യക്തിവാദികൾ, ബോധമുള്ള വ്യക്തിവാദികൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നാണ് വിഗ്നു ആ വീഡിയോയിൽ കണ്ടത്, വിഗ്നു ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം ബോധമുള്ള വ്യക്തിവാദിയാവും എന്ന് താങ്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ ഞാനിവിടെ സ്ലൈഡിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പറയണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 രീതിയിലാണ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് കാണിക്കേണ്ടത്. ഇസ്ലാം സമൂഹത്തിന് മോശമാണെന്ന് എവിടെയും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഇമോഷന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇസ്ലാമിൽ ഉണ്ട് എന്നാണ്. അഫ്കോഴ്സ് ഓട്ടോ ഡിഡക്റ്റിനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നോക്കിയിട്ടല്ലോ ഇസ്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് സ്വാഭാവികമായി ഓട്ടോ ഡിഡക്റ്റിന് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഇസ്ലാമിൽ ഉണ്ടാവും. അതൊക്കെ തെറ്റാണെന്നാണ് ഓട്ടോ കാണിക്കേണ്ടത്. അല്ലാതെ ഓട്ടോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓട്ടോക്ക് ഇഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ ഓട്ടോയുടെ ഡിബേറ്റിന് വരില്ലല്ലോ. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന ഈസ് ഈക്വൽ ടു ഇസ്ലാം എന്നുള്ളത് നമ്മൾ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓട്ടോന്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയും ഇസ്ലാമും ഒത്തുപോകില്ല. ഒത്തുപോകാൻ ഇന്ത്യൻ ഭരണഘടന നോക്കിയിട്ടല്ലല്ലോ ഇസ്ലാം ഉണ്ടാക്കിയത്, മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായും അത് ഒത്തുപോകില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് നിൽക്കുന്നത്. ഇന്ത്യൻ മനുഷ്യന് ധാർമ്മികത പറഞ്ഞു തരേണ്ടത് ദൈവമാണ്, അല്ലാതെ മനുഷ്യന്മാരുണ്ടാക്കിയ ഏതെങ്കിലും വ്യവസ്ഥകളല്ല എന്നുള്ളത്. ബീങ് സെഡ് ദാറ്റ് മുസ്ലിംസ്, ഞാൻ ഇവിടെ പറഞ്ഞ പോലെ മുസ്ലിംസ് എന്തല്ല ടച്ചറീസ് അല്ല. ഞങ്ങൾ ഏത് കരാറിലാണ് ഉറച്ചു നിൽക്കുന്നത്, കരാറിലാണ് ഏർപ്പെടുന്നത്, ആ കരാർ പാലിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
എന്താണ് ഇസ്ലാം മതം സ്വീകരിച്ച് അഭയം തേടി വന്നിട്ട്, ഓക്കെ, അബൂജഹലിന്റെ സംഭവം നമുക്കറിയാം. അബൂജഹൽ ക്രൂരമായി മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ പറയുന്ന പീഡനങ്ങൾ എല്ലാം അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും കരാർ പാലിക്കണം എന്നതിന്റെ ബേസിസിലാണ് സ്വന്തം അനുയായിയെ അദ്ദേഹം പറഞ്ഞയച്ചത്. അങ്ങനെ പറഞ്ഞയച്ച് അദ്ദേഹം സ്വരക്ഷാർത്ഥം കൊന്ന് തിരിച്ചു വന്ന സമയത്ത് പിന്നെയും നബി താൻ തന്നെ തന്റെ മറ്റേ പ്രൊഡക്ഷന്റെ ബ്ലോഗിൽ എഴുതിയതിൽ പറഞ്ഞിട്ടുണ്ട്, അബൂ ബസീർ എന്ന് മനസ്സിലായി, പ്രവാചകന്റെ അടുത്ത് എനിക്ക് സംരക്ഷണം ലഭിക്കില്ല എന്ന് മനസ്സിലായിട്ടാണ് അദ്ദേഹം പോയത്. അത് താൻ എഴുതിയ തന്റെ റഷ്യ ബ്ലോഗിലുള്ള കാര്യമാണ്. ഒരു കരാർ പാലിക്കുന്നതിന്റെ ബാധ്യത ഉള്ളത് കൊണ്ട് മാത്രം സ്വന്തം അനുയായിക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റാതിരുന്നിട്ട് പോലും അദ്ദേഹം കരാർ പാലിക്കുന്നതിന്റെ പേരിൽ പറയും അദ്ദേഹത്തിന് സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ മക്കയിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല, കരാർ പാലിക്കേണ്ടതിന്റെ പേരിൽ മാത്രം. കഴിഞ്ഞിട്ടോ അങ്ങനെ ഒരു സംഭവം എടുത്തിട്ട് അത് വളച്ചൊടിച്ചിട്ട് കാണിക്കാൻ അല്പമെങ്കിലും നാണോ ആത്മാഭിമാനവും വേണ്ട. ഇസ്ലാമിലെ ടൈം എത്ര ഉണ്ടാ? ഓക്കെ, നമ്മൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഒന്നെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന, ഞാൻ 3 വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഏത്യസത്തിനെ ഒരു ധാർമ്മിക മൂല്യവും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. 2, ഏത്യസം സമൂഹത്തിന് ഡിട്രമെന്റൽ ആണ്. 3, ഇസ്ലാമിന് ഞാൻ ചില പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് തെറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടെങ്കിലും ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കമാൻഡ് തെറ്റാണെന്ന് കാണിക്കണം. ഞാൻ ആക്ച്വലി സ്ലേവറി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ സെക്കൻഡ് റിബ്യൂട്ടെല്ലാം കഴിഞ്ഞിരിക്കുന്നു. 3 ചോദ്യങ്ങളാണ് ഈച്ച് സൈഡ്. ഓക്കെ, ഫൈൻ. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രസൻറ്റേഷനിൽ തന്നെ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ഇസ്ലാമിനെ പോലെ ഒരു പ്രത്യയശാസ്ത്രത്തിന് അടിമപ്പെട്ടിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനും സാമാന്യം അംഗീകരിക്കാൻ പറ്റുന്ന 3 മൂല്യങ്ങൾ: നിയമത്തിന് മുന്നിലുള്ള തുല്യത, ജനാധിപത്യം, മതേതരത്വം. ഈ ഗുണങ്ങൾ സമൂഹത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ ഈ മൂല്യങ്ങൾ ഷാനു ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലേ, സമൂഹത്തിന് ഗുണകരമായിട്ട് ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലേ എന്നതാണ് എനിക്ക് ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത്. ഞാൻ തെളിവുകൾ വെച്ച് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഈ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇസ്ലാം എന്നുള്ളത് ഞാൻ തെളിവുകളോടുകൂടെ തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ മൂല്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഈ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സൊസൈറ്റിയുടെ നിലനിൽപ്പിന് ഇസ്ലാം പോലൊരു പ്രത്യയശാസ്ത്രം ഭീഷണിയാണ് എന്നൊരു പൊസിഷൻ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനോട് ഷാനുവിന്റെ പ്രതികരണം എന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ചെയ്യോ? ജനാധിപത്യം, ഒന്ന് ജനാധിപത്യം, പിന്നെ ഒന്ന് മതേതരത്വം, പിന്നെ നിയമത്തിന് മുന്നിൽ തുല്യത. അവിടെ ജാതി മത വ്യത്യാസങ്ങൾ രാജ്യത്തിന്റെ ക്രിമിനൽ നിയമത്തിൽ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ജെൻഡറിന്റെ പേരിലോ ഇങ്ങനെയുള്ള വിവേചനങ്ങൾ പാടില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം എന്ന നമ്മുടെ ഭരണഘടനയിലെ മാറ്റപ്പെടാൻ പാടില്ലാത്ത പ്രിൻസിപ്പിൾ ആർട്ടിക്കിൾ 15. ആ മൂല്യം സമൂഹത്തിന് ഗുണകരമാണ്, നല്ലതാണ്, എടുക്കേണ്ട മൂല്യങ്ങളാണ് എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് ചോദ്യം. അപ്പോൾ ആ മൂല്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് ഇതിനെ അംഗീകരിക്കാത്ത ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തിനെ സ്വാഭാവികമായും തള്ളിയേ പറ്റൂ. ഇനി ഈ മൂല്യങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഷാനു അംഗീകരിക്കുന്നില്ല എങ്കിൽ അത് പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ മതി, പ്രശ്നമില്ല. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? റെഡി ആകുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ പരസ്പരം വ്യത്യസ്ത രാജ്യങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ഉത്തമൻ തക്കയുള്ളവനാണ്. ഈ ഇക്വാലിറ്റിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാമിനോട് യോജിക്കാത്ത ഒന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞോ? പിന്നെ കിസാസിന്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഹനഫി മദ്ഹബിലെ വ്യത്യസ്ത കിസാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത റൂളിംഗ് ആണ് അത്. മുസ്ലിമിനെ ലീഗൽ ആസ്പെക്റ്റിൽ, മോറൽ ആസ്പെക്റ്റിലല്ല, ലീഗൽ ആസ്പെക്റ്റിൽ ഈക്വൽ ആയിട്ട് കാണുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്പോൺസ് വന്നിട്ടില്ല, മറന്നുപോയതാവാം. ഓക്കെ, എത്രേ ഉള്ളൂ. ചോദിച്ചോളൂ. ഇവിടെ ഷാനു ഹനഫി മദ്ഹബിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിറക്കാൻ നോക്കി. അത് ഞാൻ എൻ്റെ തുടക്കത്തിലുള്ള പ്രസന്റേഷനിൽ തന്നെ പറഞ്ഞിരുന്നു. മതസ്ഥാപനങ്ങളിൽ ഒന്ന് പഠിപ്പിക്കുക, ചോദ്യം ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും ആയിട്ട് എടുത്തിട്ട് വരിക എന്നുള്ളത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഷാനു ചെയ്തത്. ഞാൻ മദ്ഹബല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ് വെച്ചത്. അതൊരു സൈഡിൽ അവിടെ കിടപ്പുന്നുണ്ട്, റെഫ്യൂട്ട് ചെയ്തിട്ടില്ല. ഹദീസിന് വിരുദ്ധമാണ് ഹനഫി മദ്ഹബിന്റെ പൊസിഷൻ. എന്തായാലും സ്വഹീഹായ ഒത്തിരി ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ആ കാര്യം വിടാം. ഞാൻ വീണ്ടും എൻ്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. നിയമത്തിന് മുന്നിൽ തുല്യത, മതേതരത്വം, ജനാധിപത്യം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാര്യം. നേരത്തെ എനിക്ക് ക്ലിയർ ആൻസർ വന്നിട്ടില്ല. ഈ അടിസ്ഥാന മൂല്യങ്ങളെ
ഷാനു അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇസ്ലാം എന്തായാലും ഇതിനെ നിരാകരിക്കുന്നുണ്ട്. ഈ അടിസ്ഥാന മൂല്യങ്ങളെ നിരാകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ ഈ രാജ്യത്തിന് അപകടം തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ അവർ അംഗീകരിക്കണില്ല. അപ്പോൾ അത്തരം ആളുകൾ, നേരത്തെ തന്നെ ഷാനു പറഞ്ഞ ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ അങ്ങനെ അംഗീകരിച്ച് നിൽക്കുകയാണെന്നുള്ളത്, ശക്തി എത്തിക്കഴിഞ്ഞാൽ ജിഹാദിന് ഇറങ്ങൂലേ? ഇവിടെയുള്ള ഈ സമൂഹത്തിന് അത് ഭീഷണിയല്ലേ ഇതിനെ അംഗീകരിക്കാത്തൊരു വിഭാഗം? അതുകൊണ്ട് ഷാനു വ്യക്തമാക്കണം, ഈ മൂല്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് ഷാനു വ്യക്തമാക്കണം എന്ന് തന്നെയാണ് രണ്ടാമതായും എനിക്ക് പറയാനുള്ളത്. 1 മിനിറ്റ് കഴിഞ്ഞു പോയോ കേട്ടോ, നോട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഷാനു റെഡിയാണോ? ഞാൻ ഓൾറെഡി റെസ്പോണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ജനാധിപത്യം ഒരു കരാർ എന്ന രീതിയിൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ഒപ്പിട്ട കരാർ എന്ന രീതിയിൽ കരാറുകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കരാറുകൾ പാലിക്കും. അതിന്റെ മോറൽ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് ബുദ്ധിമാനായ ഒരു വ്യക്തിവാദി അല്ലെങ്കിൽ മണ്ടനല്ലാത്ത ഒരു വ്യക്തിവാദിയും അങ്ങനെ ചെയ്യരുത് എന്ന് വിഗ്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിഗ്നുവോടൊപ്പം യോജിക്കുന്നു. കഴിഞ്ഞോ? ഓക്കെ, അപ്പം ഓട്ടോ അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണേ. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അപകടമാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. കാര്യം അടിസ്ഥാന ജനാധിപത്യ മൂല്യങ്ങളെ നിയമത്തിന് മുന്നിൽ തുല്യത വേണം എന്ന കാര്യത്തെ പോലും അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു മനുഷ്യനും സ്വാഭാവികമായി തന്നെ സഹജമായി തന്നെ അംഗീകരിക്കാവുന്ന യൂണിവേഴ്സൽ മൂല്യങ്ങളാണത്. ആ മൂല്യങ്ങളെ പോലും അംഗീകരിക്കാൻ ഒരു ഇസ്ലാം എന്ന ഒരു പ്രത്യയശാസ്ത്രം, അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രം തലയിൽ ഏറ്റിയെന്ന ഒറ്റ കാരണത്താൽ എൻ്റെ കൂടെ ഡിബേറ്റർ ആയിട്ട് വന്ന ആൾക്ക് സാധിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രം ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, ഇതിനേക്കാളും മികച്ചതാണ് ഇന്ത്യൻ നിയമം മുന്നോട്ട് വെക്കുന്ന നിയമത്തിന് മുന്നിൽ തുല്യത എന്നതിനേക്കാളും മികച്ചതാണ് മതം നോക്കി നിയമം നടപ്പാക്കുന്നത് എന്ന് ഇസ്ലാം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച ഈ ആശയം, സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസുകൾ മുന്നോട്ട് വെച്ച ഈ ആശയം എന്ന് ഷാനു വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? ഷാനു റെഡി ആവുമ്പോൾ അൺമ്യൂട്ട് ചെയ്തോളൂ. ലാസ്റ്റ് ഭാഗം ക്വസ്റ്റ്യൻ കേട്ടില്ല. ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം കേട്ടോ. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നിയമത്തിന് മുന്നിൽ തുല്യത, മതം നോക്കിയിട്ടൊന്നും വിവേചനങ്ങൾ പാടില്ല എന്നതിനേക്കാളും മികച്ച ധാർമ്മികതയാണ് ഈ ഖിസാസിന്റെ കാര്യത്തിലടക്കം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ സ്ഥിരപ്പെടുത്തി സ്വഹീഹുൽ ബുഖാരി അടക്കം ഉദ്ധരിച്ച് മതാടിസ്ഥാനത്തിൽ വിവേചനം ക്രിമിനൽ നിയമത്തിൽ, അത് പ്രതിക്രിയയുടെ കാര്യത്തിലായാലും ദിയ ബ്ലഡ് മണി അതിൻ്റെ കാര്യത്തിലായാലും ആ വിവേചനം ആണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ആശയത്തെക്കാളും മികച്ചത് എന്ന് ഷാനുവിന് അഭിപ്രായമുണ്ടോ? ഇസ്ലാം ഇന്ത്യൻ ഭരണഘടനയോട് യോജിച്ചതാണോ അല്ലേ എന്നതല്ല നമ്മുടെ ഡിബേറ്റ് ടോപ്പിക്. ഇസ്ലാം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്നതാണ് നമ്മുടെ ഡിബേറ്റ് ടോപ്പിക്. അപ്പം ഒരു കാര്യം ഇസ്ലാം ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യം സമൂഹത്തിന് അപകടകരമാണ് എന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, അത് സമർത്ഥിക്കുകയാണ് വേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയോട് യോജിക്കാത്തത് അപകടകരമാണ് എന്ന് ഓട്ടോക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഓട്ടോ അത് ആദ്യം തെളിയിക്കണം. ഓക്കെ, എന്നിട്ട് പറയാം എന്താണ് ഇത് അപകടകരമാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയാം. അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയോട് യോജിക്കുന്നില്ല, ഇന്ത്യൻ ഭരണഘടനയോട് യോജിക്കാത്തതൊക്കെ അപകടമാണ് എന്ന് ഓട്ടോ തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇസ്ലാം അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് അല്ല. ഇനി ഇവിടെ പറഞ്ഞ യൂണിവേഴ്സലായ നിയമം നീ എന്തിനാ നോക്കുന്നത്? കാരണം എവല്യൂഷനിലൂടെ വന്നതാണ് നിന്റെ യൂണിവേഴ്സൽ ഇൻഡ്യൂഷൻ, അത് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതൊന്ന്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞു വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത മൊറാലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ ഇപ്പൊ ഒരു റേസിസ്റ്റ് സമൂഹത്തിൽ റേസിസം ശരിയാണെന്ന് അവർ അടിയുറച്ച് വിശ്വസിക്കും. നീ അവരോട് എന്താ പറയാൻ പോകുന്നത്? നിന്റെ യൂണിവേഴ്സൽ അല്ലെങ്കിൽ നിന്റെ മോറൽ വാല്യൂസിന് അത് യോജിക്കുന്നില്ല എന്നാണോ നീ പറയാൻ പോകുന്നത്? പക്ഷെ നിന്റെ യൂണിവേഴ്സൽ വാല്യൂസ് എവല്യൂഷനിലൂടെയാണ് വന്നത്, അവരുടെ സോഷ്യൽ കൺസ്ട്രക്ഷനിലൂടെ വന്നത്. രണ്ടും ട്രൂ ട്രാക്കിംഗ് അല്ല. Then why should one prefer one over the other? ഓക്കെ, ഇനി ഷാനുവിന്റെ ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. ഷാനുവിന് റെഡിയാണോ? ഓക്കെ, ഇന്ത്യൻ ജനാധിപത്യം ഇസ്ലാമിനോട് യോജിക്കുന്നുണ്ടോ എന്നതായിരുന്നില്ല നമ്മുടെ ഡിബേറ്റ്. ഇസ്ലാം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്നാണ്. എത്തിസം എന്തുകൊണ്ടാണ് സമൂഹത്തിന് ഏറ്റവും ദോഷകരമാകുന്നത് എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് തൊട്ടിട്ടില്ല. ഇനി ഇന്ത്യൻ ജനാധിപത്യം ഓട്ടോ തന്നെയാണ് മലമുണ്ടായിട്ടത്, ഞാൻ എടുത്തിട്ടില്ല. ഇന്ത്യൻ ജനാധിപത്യ പ്രകാരം ഗേ മാരേജ് ഇല്ലീഗലാണ്. ഓട്ടോ ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ടോ അതോ ഗേ മാരേജിനെ എതിർക്കുന്നുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ജനാധിപത്യം പ്രകാരം ഗേ മാരേജ് ഇന്ത്യയിൽ ഇല്ലീഗലാണ്, ഓട്ടോ ഇതിനെ എതിർക്കുന്നുണ്ടോ? നല്ല ചോദ്യം. പിന്നെ ഒന്നാമതായിട്ട് ഷാനു, ഇവിടെ നമ്മൾ ഈ ഡിബേറ്റിൽ വന്നത് കോമണായി അംഗീകരിക്കാവുന്ന മാനദണ്ഡങ്ങൾ ഷാനു തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിൽ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഭരണഘടന അംഗീകരിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ പോലും രാഷ്ട്രീയ മൂല്യങ്ങളെ പോലും നിരാകരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ്.
പിന്നെ ഇതിൻ്റെ മോറൽ ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതല്ല ഈ ഡിബേറ്റിൻ്റെ പർപ്പസ്. വിഗ്നു അന്ന് ചെയ്ത ആ ഡിബേറ്റിൽ പറഞ്ഞ ആ കാര്യം അത് മോറൽ ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഡിബേറ്റിലാണ്. ഇവിടെ അതല്ല പർപ്പസ്. ഇവിടുത്തെ പർപ്പസ് കോമൺലി അംഗീകരിക്കാവുന്ന മൂല്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു കാര്യം അപകടമാണോ അല്ലേ എന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പം ഭരണഘടനയെ അംഗീകരിക്കാത്ത ആളുകൾ ഈ സമൂഹത്തിൽ ദോഷം തന്നെയാണ്. പിന്നെ ഗേ മാരേജ് ലീഗലാണോ അല്ലേ എന്നുള്ളതൊന്നും ഭരണഘടനയിൽ എഴുതി വെച്ചതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ആർട്ടിക്കിളിലാണ് ഗേ മാരേജസിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ആർട്ടിക്കിൾ നോക്കിയിട്ട് ഞാൻ മറുപടി പറയാം. ഇത് ഭരണഘടനയിൽ എഴുതി വെച്ച സാധനങ്ങളല്ല ഷാനു. ഓക്കെ, അപ്പം ഗേ മാരേജ് ഭരണഘടന നിരോധിച്ചത് കൊണ്ട് ഓട്ടോ ഗേ മാരേജിന് എതിർക്കുന്നു ഞാൻ മനസ്സിലാക്കണോ? അതല്ല ഗേ മാരേജ് ഇനി എതിർക്കുന്നു, അതല്ല ഭരണഘടനയാണ് എതിർക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഇനി നോക്കിയാലും ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയും ഇതും വേർതിരിഞ്ഞതാണെങ്കിൽ അതിൽ ഏത് തെരഞ്ഞെടുക്കും എന്നുള്ളത് ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിവേ, എന്റെ അടുത്ത ചോദ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇബ്നു തൈമിയയുടെ കോട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് മുജാഹിദുകൾ സുന്നികളെ കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളത്. അതിലെവിടെയാണ് അത് ആ ലഫ്ദ് ഉപയോഗിച്ചുകൊണ്ട് മുജാഹിദുകൾ സുന്നികളെ കൊല്ലാം എന്ന് പറഞ്ഞത് എവിടെയാണ്? അവസാനം പറഞ്ഞത് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അവസാനം പറഞ്ഞൊരു 15 സെക്കൻഡ്സ് ഞാൻ കേട്ടില്ല. എൻ്റെ ഷാനു അവസാനത്തെ ഡയലോഗ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുജാഹിദുകൾ സുന്നികളെ കൊല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. മുജാഹിദുകൾ എവിടെയാണ് സുന്നികളെ കൊല്ലാം എന്ന് പറഞ്ഞത്? നല്ലൊരു ചോദ്യമാണ് ഷാനു പിന്നെയും ചോദിച്ചിട്ടുള്ളത്. സുന്നികളെ കൊല്ലാം എന്നല്ല പറഞ്ഞത്. നേർച്ച പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ കൊല്ലൽ നിർബന്ധമാണെന്നാണ് പറഞ്ഞത്, കൊല്ലാന്നല്ല പറഞ്ഞത്. അത് മുജാഹിദിന്റെ മാസികയാണ് അൽമനാർ. അതുകൊണ്ട് മുജാഹിദിന്റെ ഔദ്യോഗിക മാസികയിൽ വന്നത് മുജാഹിദുകൾ പറഞ്ഞതായിട്ട് തന്നെ തൽക്കാലം എനിക്ക് പറയാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് അൽമനാറിൽ എഴുതിയ മജ്മൂ റസായിൽ, ഇബ്നു തൈമിയയുടെ മജ്മൂ റസായിൽ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അത് ഉദ്ധരിച്ചിട്ടാണ് അൽമനാറിൽ ഇങ്ങനെ ഒരു സാധനം എഴുതി വിട്ടിട്ടുള്ളത്. അതിലെഴുതിയത് സുന്നികളെ കൊല്ലാന്നല്ല കേട്ടോ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളെ കൊല്ലൽ നിർബന്ധമാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് കേരളത്തിൽ ആരാണ്? സുന്നികള്. ആരാ മമ്പറ നേർച്ച നടത്തല്? സുന്നികള്. ആരാ ബദരീങ്ങളെ പേരിൽ നേർച്ച നടത്തല്? സുന്നികള്. ആരാണ് ഇതിന് പുണ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്? സുന്നികള്. അപ്പൊ ആ വിശ്വാസം പുലർത്തുന്ന ഒരു വിഭാഗത്തെ കേരളത്തിലുള്ളതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ ഇബ്നു തൈമിയ സുന്നികളെ കൊല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന അഭിപ്രായമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഷാനു നേരത്തെ വളരെ വികാരഭരിതനായൊക്കെ സംസാരിച്ചു. ഷാനു അത്ര വികാരമൊന്നും വേണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇസ്ലാം എന്ത് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയലുകൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ജിഹാദിനെ കുറിച്ച് പിന്നെ അബുൽ ബസീറിന്റെ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഈ എഴുതിയ ആള്, പുസ്തകം എഴുതിയ ആളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് മുസ്ലിംസ് വേറെ എന്തെങ്കിലും കൃതികൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോ. ഇത് പിന്നെ ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ആശയം ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോ, കുഴപ്പമില്ല. അതെടുത്ത് ഉദ്ധരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അല്ലാതെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ടേബിൾ അടിച്ച് പൊട്ടിച്ചാൽ 2 ഡാമേജ് ആകും. ഒന്ന്, നിങ്ങളെ ഇസ്ലാം ഭയങ്കര ഡാമേജ് ആണെന്നുള്ളത് പൊതുവെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ്, പിന്നെ അതിൻ്റെ പുറമെ നിങ്ങളുടെ ടേബിളും കൂടെ ഡാമേജ് ആകും, നിങ്ങളെ കൈയൊക്കെ ഡാമേജ് ആകും. ആ ഒരു അതുകൊണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പബ്ലിക്കേഷൻസ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ട് അവിടെ മിണ്ടാതിരുന്നിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് വളച്ചൊടിക്കാൻ തൊലിക്കട്ടി വേണം പോരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഷാനു അതൊക്കെ കൺട്രോൾ യുവർ സെൽഫ്. അത്ര എനിക്ക് ആവശ്യത്തിൽ പറയാനുള്ളൂ. ഓക്കെ, ഞാൻ അതിവികാരിതനായി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വികാരം എന്തിനാണ് കാണിച്ചത്? അബ്ദുൽ ബസീറിന്റെ വിഷയം താങ്കൾ മിസ്കോട്ട് ചെയ്തതുകൊണ്ടാണ്. അത് മിസ്കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വികാരിതനായത്. അപ്പൊ മിസ്കോട്ടിനെ കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇബ്നു തൈമിയയുടെ ഈ കോട്ട് ഞാൻ റഡഷ് കൊടുത്ത മറുപടിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, ഒരു ക്രൈം ചെയ്യുന്ന ഒരാള് കാഫിറാണെന്ന് പറയുന്നതും ഒരു വ്യക്തി കാഫിറാന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ക്രൈം ചെയ്യുന്ന ആൾ കാഫിറാണ് എന്നതുകൊണ്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഓൺ ദ സ്പോട്ട് കാഫിറാണെന്ന് വിധിക്കില്ല. അതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത് ഇബ്നു തൈമിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പകുതി ഭാഗം നിങ്ങൾ എന്തുകൊണ്ടാണ് മറച്ചു വെക്കുന്നത്? അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. ഈ ഹദീസ് അല്ലെങ്കിൽ ഇബ്നു തൈമിയയുടെ ഈ കോട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം സുന്നികളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതല്ല, അത് ഓട്ടോ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ? ഞാൻ പറഞ്ഞല്ലേ, ഇബ്നു തൈമിയ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, വഹാബി ഭരണകൂടം അധികാരത്തിലേറിയ സമയത്ത് ചെയ്തു കാണിച്ച അക്രമങ്ങളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെക്റ്റോയിൽ അത് വീഡിയോ ആയിട്ട് തന്നെ ഇടാം, വഹാബിസം കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾ എന്താന്നുള്ളത്. പിന്നെ വേറൊരു വാദം വന്നത് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. ഞാനല്ല തെറ്റിദ്ധരിപ്പിച്ച സുഹൃത്തെ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാർ ചെയ്തു വെച്ചതിന്റെ ഉത്തരവാദിത്തം എൻ്റെ പേരിൽ കിട്ടുന്നത്? ഇത് കണ്ടോ, ദൈവത്തും ജിഹാദും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് ഇത്. മലയാളത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ആളുകൾക്ക് വേണ്ടി കണ്ട
അബ്ദുൽ അലീം ഇസ്ലാഹി എന്ന് പറഞ്ഞ ആൾ എഴുതിയ ആ പുസ്തകത്തിലുള്ള ഒരു സാധനം വായിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ തെറ്റിദ്ധരിച്ച് നിങ്ങൾ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാർ എന്തെങ്കിലും ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ എന്തിനാണ് എൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഡിബേറ്റ് സത്യത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകളുമായിട്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഭരണഘടനാ മൂല്യങ്ങളെ പോലും അംഗീകരിക്കാത്ത താൽക്കാലിക അടവ് നയം എന്ന രീതിയിൽ മാത്രം ജനാധിപത്യത്തിനെയും മതേതരത്വത്തിനൊക്കെ അംഗീകരിച്ചു പോണ അതിനെക്കാട്ടിയും മികച്ചത് ഇസ്ലാമാണ് എന്ന് പറയുന്നൊരു ടീമായിപ്പോയി. നിങ്ങൾ ഐ എം സോറി ഫോർ ദാറ്റ്. ഇങ്ങനത്തെ ടീംസ് സമൂഹത്തിന് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, അതായത് ഈ അടിസ്ഥാന രാഷ്ട്രീയ മൂല്യങ്ങളായിട്ടുള്ള ഇതിനൊന്നും അംഗീകരിക്കാത്ത ആളുകൾ ഭരണഘടന അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ സമൂഹത്തിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നത് ഒന്നുകൂടെ ആവർത്തിക്കാൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, എന്നാ ഓട്ടോ ആദ്യം കൺക്ലൂഷൻ ചെയ്യും, അവസാനം കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം. ഓക്കെ, അപ്പോൾ എൻ്റെ കൺക്ലൂഷനിലേക്ക് കടക്കാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ചില നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ചില രാഷ്ട്രീയ മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെ അംഗീകരിക്കായ്മ ഈ സമൂഹത്തിന് ആധുനിക ജനാധിപത്യ മതേതര സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ആ രൂപത്തിലുള്ളൊരു നിലനിൽപ്പിന് ഇത് ഭീഷണിയാണ്. അപ്പം അതിന് പകരം അതിനേക്കാളും മികച്ചത് ഈ ഇസ്ലാമിനെ പോലെ വംശീയമായ രാജ്യത്തിൻ്റെ ക്രിമിനൽ നിയമങ്ങളിൽ പോലും ഇത്തരം മതപരമായ വിവേചനങ്ങൾ നിലനിർത്തുന്ന, സ്വന്തം മതത്തിൻ്റെ അധീശത്വം സ്ഥാപിക്കാൻ വേണ്ടി മറ്റ് രാഷ്ട്രങ്ങളുടെ മേൽ കയ്യേറ്റം നടത്താൻ പോലും പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇതിനേക്കാളും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരം ജനാധിപത്യ സമൂഹങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. കാര്യം ഷാനു തന്നെ ഇവിടെ ക്ലിയർലി പറഞ്ഞു, ഒരു കരാർ എന്ന നിലയിൽ ഞങ്ങൾ തൽക്കാലം ജനാധിപത്യത്തിനെ അംഗീകരിക്കുകയാണ് എന്നുള്ളത്. ഇതിൻ്റെ ഡയറക്റ്റ് ഇംപ്ലിക്കേഷനാണ് നേരത്തെ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞ ഒരു കാര്യം. 2 തരം ജിഹാദ് ഉണ്ട്. ശക്തി ഇല്ലാത്ത സമയത്ത് മെല്ലെ മിണ്ടാതിരുന്നാൽ മതി, ശക്തി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒഫൻസീവ് ജിഹാദിനുള്ള ശക്തി എത്തിക്കഴിഞ്ഞാൽ ഒഫൻസീവ് ജിഹാദ് ചെയ്യാം. എന്നിട്ട് ഇവർ തന്നെ ഷാനു തന്നെ പറഞ്ഞു, അക്രമങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഫോഴ്സ് നമുക്കുണ്ടെങ്കിൽ അക്രമങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അത് ഫോഴ്സ്ഫുള്ളി തന്നെ നടപ്പാക്കുക എന്നതാണ് ഏറ്റവും ശരിയായ വശം. അപ്പം ഇസ്ലാം ഏറ്റവും വലിയ അക്രമമായിട്ട്, ഏറ്റവും വലിയ അധർമ്മമായിട്ട് ഇസ്ലാം കാണുന്നത് ഷിർക്കാണ്. അതുകൊണ്ട് തന്നെ ഇസാലത്തു ഷിർക്ക് എന്ന് വെച്ചാൽ മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യുക. അവരോട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ കൊല്ലുന്നത് വരെ, അല്ലെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിക്കുന്നവരെ യുദ്ധം ചെയ്യണമെന്നാണ് ഈ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനും ഞാനിവിടെ ടെക്സ്റ്റുകളടക്കം വായിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്ന ഷിർക്ക ലദുൽമുൻ അലീം, ഏറ്റവും കൊടിയ പാപം ഷിർക്കാണ്. അപ്പോൾ ഈ ഷിർക്കിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാനും റെഡിയായി നിൽക്കുന്ന അതിനുള്ള മാനസികാവസ്ഥയും അതും ഓക്കെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു തരം ആളുകൾ, അവർ ഭരണഘടനയെ അംഗീകരിച്ച് ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തരാവണം എന്നൊരു റിക്വസ്റ്റും കൂടിയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ വെക്കാനുള്ളത്. പിന്നെ വേറൊരു ആരോപണം ഉള്ളത്, ഞാൻ എന്തുകൊണ്ട് ഭരണഘടനയെ അംഗീകരിക്കണം എന്ന് ഞാൻ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് ഭരണഘടനയെ അംഗീകരിക്കണം എന്ന് സ്ഥാപിക്കലല്ല ഈ ഡിബേറ്റിൻ്റെ ലക്ഷ്യം. നമുക്കെല്ലാവർക്കും അംഗീകരിക്കാവുന്ന സഹജ ഭാവനയിലുള്ള മനുഷ്യ സഹജമായിട്ടുള്ള സമഭാവനയെ അംഗീകരിക്കുന്ന ഏതൊരു മനുഷ്യനും അംഗീകരിക്കാവുന്ന, അതും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന്റെ രാഷ്ട്രീയ നയരേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന ഉൾക്കൊള്ളുന്ന ആളുകളോടാണ് ഞാൻ സംവദിക്കാൻ വന്നത്. അതിനെ ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് മൊറാലിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കലല്ല ഈ ഡിബേറ്റിൻ്റെ പർപ്പസ്. ഇപ്പം വിഗ്നുവിൻ്റെ റെഫറൻസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു, പക്ഷേ അവിടെ വിഷയം വേറെ ആയിരുന്നു. മൊറാലിറ്റിയുടെ ഫൗണ്ടേഷൻസ് എന്ത് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഡിബേറ്റിൽ വിഗ്നു പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു പോയിന്റ് ഞാൻ വളരെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാര്യം 3 അവസ്ഥകൾ ഞാൻ പറഞ്ഞു. 3 മൂല്യങ്ങൾ, ഒന്ന് മതേതരത്വം, പിന്നെ ഒന്ന് ജനാധിപത്യം, പിന്നെ നിയമത്തിന് മുന്നിലുള്ള തുല്യത. ഇതിന് വിരുദ്ധമായ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ആണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അത് ഈ നിലനിൽപ്പിന്, ഈ ആരോഗ്യകരമായ ഈ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞ കാര്യത്തെ റിഫ്യൂട്ട് ചെയ്യുന്നതിൽ ഷാനു വളരെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് തോന്നുന്നു. ഈ വിഷയത്തിൻ്റെ ഡിബേറ്റ് ഇസ്ലാം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത്.
ഞാൻ പ്രസന്റ് ചെയ്തത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്നുള്ള രീതിയിലാണ്. അവിടെ എന്തോ ഒരു കൺഫ്യൂഷൻസ് ഏതോ ഒരു സൈഡിൽ ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ എന്തായാലും. പക്ഷേ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങളെക്കുറിച്ച് ഷാനു ഒന്നും തൊട്ടില്ല. പിന്നെ കുറേ എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവന്നു. അതേപോലെ എന്നിട്ട് എത്തിസ്റ്റുകൾ വളരെ മോശമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എത്തിസം വളരെ മോശമാണ് എന്ന് അംഗീകരിച്ചാൽ പോലും ഇസ്ലാം എന്ന ഭീഷണി ഇല്ലാതാവുന്നില്ല എന്ന സത്യം അവിടെ നിലനിൽക്കും. ഇവിടെ എത്തിസത്തെ ഡിഫെൻഡ് ചെയ്യലോ മറ്റോ ഒന്നും എൻ്റെ ലക്ഷ്യമല്ല. കാരണം ഒന്നാമതായിട്ട് ഞാനൊരു എത്തിസ്റ്റ് അല്ല, ഈ മത ദൈവങ്ങളെ നിരാകരിക്കുന്ന ഒരാൾ മാത്രമാണ്. ഈ ബുക്ക് എഴുതി കച്ചറുണ്ടാക്കുന്ന, അടിയും പിടി ഉണ്ടാക്കുന്ന, മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കുന്ന, മനുഷ്യന്മാർക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കുന്ന, വംശീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഞങ്ങളെല്ലാവരും മറ്റുള്ളവർക്കെതിരെ ഒറ്റക്കെട്ടാണ്, ഞങ്ങളുടെ കരങ്ങൾ മറ്റുള്ളവരുടെ മീതെയാണ്, മറ്റുള്ള ആളുകൾ നമ്മുടെ താഴെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിത്തിരിപ്പുകൾ മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന, സമാധാന അന്തരീക്ഷം തകർക്കുന്ന ദൈവങ്ങളെ മാത്രം നിരാകരിക്കുന്ന ഒരാളാണ്. വെറും ഒരു ലോക്കൽ എത്തിസ്റ്റ് മാത്രമാണ് ഞാൻ. ഇതോടുകൂടെ എൻ്റെ കൺക്ലൂഷൻ അവസാനിച്ചു. എൻ്റെ 5 മിനിറ്റ് തീർന്നു. ഇനി ഷാനുവിന്റെ കൺക്ലൂഷൻ ആണ്. ഒന്നാമത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇസ്ലാം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്നുള്ളതാണ്. ഒരു കാര്യം ഗുണമാണോ എന്നുള്ളത് നോക്കുന്നത്, ഇപ്പൊ ഒരു വാക്സിൻ ഗുണമാണോ എന്നുള്ള എങ്ങനെ നോക്കാം? ആ വാക്സിൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണവും ഉപയോഗിക്കാതിരിക്കുന്നതുള്ള ഗുണമാണ് നമ്മൾ കമ്പയർ ചെയ്യാം. നമ്മളിവിടെ സെക്യുലർ എത്തിക്സും ഇസ്ലാമാണ് കമ്പയർ ചെയ്തത്. ഇസ്ലാമിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ദാറ്റ് വുഡ് ഷോ ദാറ്റ് ഇസ്ലാം ഈസ് ബെറ്റർ ഫോർ ദ സൊസൈറ്റി. അപ്പം ഇവിടെ ഓട്ടോനെ സംബന്ധിച്ചിടത്തോളം ഓട്ടോന് അങ്ങനെ ഒരു മാനദണ്ഡവും ഇല്ല. ഓട്ടോ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഏത്തിസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി സമർപ്പിച്ചു. അതേപോലെ പിന്നെ ഓട്ടോ ഭരണഘടനയാണ് എടുത്തത്. എന്തിനാണ് ഇന്ത്യന്റെ ഭരണഘടന? ഒരുപാട് രാജ്യങ്ങൾക്ക് ഒരുപാട് ഭരണഘടനയില്ല. സൗദി അറേബ്യയുടെ ഭരണഘടന എടുക്കൂ. അപ്പം എന്തിനാണ് ഭരണഘടന ഒരു മാനദണ്ഡമായി എടുത്തത് എന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇസ്ലാം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. വിഷയം പോലും മറന്നുപോയി എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും മുസ്ലിങ്ങളും നമ്മുടെ വിഷയം, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കരാറിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചു വന്ന ഒരാളെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നില്ല, കരാർ പാലിക്കണം എന്നൊരൊറ്റ കാരണം കൊണ്ട്. ഓക്കെ, ഞങ്ങൾ ആ മാതൃകയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പാലിക്കും. അത് ആ കരാറിലുള്ള കണ്ടന്റിനോടുള്ള ഐക്യമല്ല, മറിച്ച് ഞങ്ങളൊരു കരാറിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കും ഞങ്ങൾ. അതുകൊണ്ടാണ്. പിന്നെ ക്വസ്റ്റ്യൻസിനൊന്നും മറുപടി വന്നിട്ടില്ല. ഒന്നാമത് ഞാൻ ചോദിച്ചൊരു ചോദ്യം, മുജാഹിദുകൾ സുന്നികളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് ബുക്ക് ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അതിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് മുജാഹിദുകൾ സുന്നികളെ കൊല്ലണം എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കാര്യം ചെയ്ത ഒരാളെ കൊല്ലണം എന്ന് പറയുന്നതും അതേപോലെ ഒരു വ്യക്തിയെ കൊല്ലണം എന്ന് പറയുന്നത് പോലെ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഞാൻ 100 ആവർത്തിയോടെ ആവർത്തിച്ചു. പക്ഷെ മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ അബ്ദുൽ വസീറിന്റെ വിഷയത്തിൽ കളവ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് അഭയം കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് അഭയം കൊടുത്തു എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് അഭയം കൊടുത്തിട്ടില്ല. അത് കളവാണ്. ആ കളവിന് ഒരു മറുപടിയും തിരിച്ചു പറഞ്ഞിട്ടില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ ശാസിച്ചിട്ടില്ല. എന്തിനാ ശാസിക്കുന്നത്? അയാളെ പിടിച്ചു കൊണ്ടുപോകുന്ന അയാളെ കൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ എന്തിനാ ശാസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ യുദ്ധം ഇളക്കി വിടരുതെന്നാണ്. യുദ്ധക്കൊതിയനാണ് എന്ന് പറയുന്ന അതേ പ്രവാചകനെ കുറിച്ച് യുദ്ധം ഇളക്കി വിടുന്നതിന്റെ പേരിൽ തന്റെ അനുയായിയെ തിരുത്തുന്ന ആ ഹദീസാണ് താങ്കൾ കൊണ്ടുവന്നത് എന്നുള്ളത് വിരോധാഭാസമാണ്. പിന്നെ എത്ര ടൈം ഉണ്ട് മേനെ? ഇപ്പോ 2 മിനിറ്റ് 45 സെക്കൻഡേ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ. പിന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഡക്ഷൻ എങ്ങനെയാണ് ഇസ്ലാം മോറലി ബാഡ് ഫോർ സൊസൈറ്റി ആണെന്ന് പറയാൻ വേണ്ടി രണ്ട് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചത്. ഒന്ന് എച്ച് ഇസ് ഇമ്മോറൽ എന്ന് കാണിക്കാം. അതിന് നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഭരണഘടന തീർച്ചയായും നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു മോറൽ ഫിലോസഫി പോലും അല്ല. അതൊക്കെ ഞാൻ പറയല്ല, ബിഗ്നുവിന്റെ വീഡിയോ എങ്കിലും ഒന്ന് മര്യാദയ്ക്ക് കാണണ്ടേ. പിന്നെ ഞാനിവിടെ ചില പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രിൻസിപ്പിൾസിൽ ഒന്നും തന്നെ തൊട്ടിട്ടില്ല. ഞാൻ ഇസ്ലാം ആൻഡ് സ്ലേവറി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. സോ വീണ്ടും എന്റെ കൺക്ലൂഷൻ സമ്മറിയിലേക്ക് വരികയാണ്. Unlike Islam, atheism can't acquire moral knowledge. Unlike Islam, atheism is detrimental to the society. സമൂഹത്തിന്റെ ദോഷകരമാണ്. അത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ atheism ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഭരണഘടനയോട് atheism യോജിക്കുന്നു എന്നല്ല പറഞ്ഞത്. നമ്മുടെ വിഷയം സമൂഹത്തിന് ഗുണമോ ദോഷമോ എന്നുള്ളതാണ്. അവിടെ atheism സമൂഹത്തിന് ദോഷകരമാണെന്നും ഇസ്ലാം ഗുണകരമാണോ എന്നുള്ളതാണ് ഞാൻ തെളിയിച്ചത്. മറുപടി ഒന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഒന്നും എതിർത്തിട്ടില്ല. ഈക്വാലിറ്റിയുടെ പ്രിൻസിപ്പിൾസ് പോലും എതിർത്തിട്ടില്ല. ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടാവുന്ന കാര്യം എതിർത്തിട്ടില്ല. ഒന്നും എതിർത്തിട്ടില്ല. പിന്നെ എതിർക്കാൻ ശ്രമിച്ചത് ജസ്റ്റിസിന്റെ
സംഭവം ഇസ്ലാം അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അൺജസ്റ്റ് ജസ്റ്റിസ് ആരാണ് തീരുമാനിക്കുന്നത്? വയലന്റ്ലി ജസ്റ്റിസ് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. അത് ജെഎസ് മില്ല് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഒട്ടുമിക്ക എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം വയലന്റ്ലി ജസ്റ്റിസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തും ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് വയലന്റ്ലി ജസ്റ്റിസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ്. അത് തന്നെ ഇസ്ലാമിന്റെ ജിഹാദും ചെയ്യുന്നുള്ളൂ. പിന്നെ ശരിയാണ്, ഏതാണ് ജസ്റ്റിസ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾക്ക് അത് പറയാം. പക്ഷെ അതല്ലാതെ ആ ജസ്റ്റിസ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് തെറ്റാണെന്ന് പറയരുത്. കാരണം അതേ മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. പീസ്ഫുള്ളി പെസിഫിസം എന്ന് പറയുന്നത് മനാർക്കിസം എന്ന് പറയുന്നതൊന്നും ഒരിക്കലും വർക്കാവാത്ത മെത്തഡോളജിയാണ്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണ്ടിയിരുന്നു. ഇൻസൾട്ടിംഗ് വേണ്ടി പറഞ്ഞല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.